കൊളംബിയയിലേക്കും വെനസ്വേലയിലേക്കും സെൻട്രൽ അമേരിക്കയിലേക്കൊക്കെ ഇവിടുന്ന് ആമസോണിൽ നിന്ന് ചെറിയ കുട്ടികളൊക്കെ വിൽക്കാന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇവിടെയുള്ള കഞ്ചാവിൻ്റെ കൃഷി ബാക്കിയുള്ള മയക്കുമരുന്നിൻ്റെ ഒക്കെ ചെയ്യണ ഒരു ഏരിയകൾ പോലും ഇതിൻ്റെ കാടിൻ്റെ അകത്തേക്ക് ഉണ്ടാവും. വലിയ പെണ്ണുങ്ങളല്ല, കൊച്ചു പിള്ളേരെ. ചലിക്കുന്ന മരങ്ങൾ മുതൽ നീങ്ങുന്ന പാറകൾ വരെ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ട്രാവലിസ്റ്റയുടെ ആമസോൺ സീസൺ 3ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളങ്ങനെ ആമസോണിൽ 1,00,000 ചെടികൾ വെക്കുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ അറിയാം, കണ്ടവർക്കറിയാം. അപ്പോൾ നമ്മളിന്ന് ആമസോൺ റിവ്യൂവിൽ കൂടെ ഒരു 3 മണിക്കൂർ യാത്ര ചെയ്ത് ഒരു കമ്മ്യൂണിറ്റിനെ കാണാൻ പോവാ. എന്തോ ആദ്യം ഹായ് പറയും. നമസ്കാരം. നമ്മളിപ്പോൾ ആമസോൺ എപ്പിസോഡിന്റെ ഭാഗമായിട്ട്, ഗ്രീൻ ബുക്കിന്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ ഈ ഏറ്റവും നീഡായിട്ടുള്ള കമ്മ്യൂണിറ്റികളാണ് തിരക്കി പോവുക. എവിടെയൊക്കെയാണ് അഫക്ട് ചെയ്തിട്ടുള്ളത് ആ സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് നമ്മൾ ഈ 1,00,000 ചെടി വെക്കുന്നതിന്റെ ഭാഗമായിട്ട് ഓരോ കമ്മ്യൂണിറ്റിയിലും കുറച്ച് ചെടികളായിട്ട് അവിടുത്തെ അതോറിറ്റി, അവിടുത്തെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ കണ്ടിട്ട് അവരുടെ പെർമിഷനെ മേടിച്ച് നമ്മൾ സിസ്റ്റേഴ്സിനെ വെച്ച് കണക്ട് ചെയ്ത് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക. നമുക്ക് ലൊറീറ്റോ നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ച മാഡം കുറച്ച് ഏരിയകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഏരിയകളിലേക്ക് വേണം നമുക്ക് എത്തിപ്പെടാൻ. അത് അവർ പറയാത്ത ഏരിയകളിലേക്ക് പോകാനും പാടില്ല. അപ്പോൾ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് യാത്രയ്ക്ക്. പക്ഷേ അവർ പറഞ്ഞ ഏരിയയിലേക്ക് നമ്മൾക്ക് ഇന്നൊരു ഹെൽപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടെ ഒരു സിസ്റ്റർ ഉണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ സിസ്റ്റർ പരിചയപ്പെട്ടില്ല. അവരുടെ ഗ്രൂപ്പിലാണ് മെക്സിക്കൻ സിസ്റ്റർ. ഫേസ് ¿Cómo estás? Bien. Tu nombre? Viva México. Viva India, no México. സാൻഡി. അപ്പോൾ ആ സിസ്റ്ററാണ് നമ്മളെന്ന് അസിസ്റ്റ് ചെയ്യണത് നമ്മൾ ആ കമ്മ്യൂണിറ്റിയിലേക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇക്കറ്റേഴ്സിലാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഇക്കറ്റേഴ്സിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ലൊറീറ്റോയിൽ വേറൊരു റീജിയനിൽ നമ്മൾ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഇക്കറ്റേഴ്സിൽ ഇവിടെ നിന്ന് വേണം നമുക്ക് ബോട്ട് കയറി പോകാനായിട്ട്. ആമസോൺ റിവറിൽ കൂടെ നമ്മളൊരു 3 മണിക്കൂറോളം നമുക്ക് യാത്രയുണ്ട്. അത് ഇന്ന് മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് ആ യാത്രയിൽ. ആകാശമൊക്കെ ഫുൾ സിംഗിൾ നിൽക്കണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നാനായി റിവറിൽ കയറി ആ റിവറിൽ നിന്ന് ആമസോൺ റിവറിലേക്ക് കിടക്കണം കേട്ടോ. ഇവിടുത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ബസ്സൊക്കെ വരുന്നത് മരം കൊണ്ടുണ്ടാക്കിയ ബസ് ഇട്ടാ. ഉണ്ടായിട്ടാണ് ഫുള്ള് വണ്ടി ഇട്ടാ, ഫുള്ള് മരമാണ്. ആലോചിക്കാൻ പറ്റുമോ? അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ബോട്ട് പിടിക്കണം. അപ്പോൾ നമുക്ക് ബോട്ട് പിടിക്കാനായിട്ടുള്ള വഴി കണ്ടെത്താം. ഇവിടുത്തെ ആൾക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ഈ ഡീഫോറസ്റ്റേഷനും മഴയൊക്കെ ഇല്ലാത്തതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം കേട്ടോ. ഇവിടുത്തെ ആൾക്കാർ നേരിടുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ റിവറുകളിലൊന്നും വെള്ളമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ വെള്ളത്തിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യാണ് കേട്ടോ. നമ്മള് പിന്നെ 3 മണിക്കൂർ ഇറങ്ങി ബോട്ടിൽ പോകണമെന്നൊക്കെ പറയുന്നത്. ചിലപ്പോൾ 3 മണിക്കൂർ 5 പ്രാവശ്യം നമ്മൾ ഇറങ്ങി തള്ളേണ്ടി വരും, ബോട്ട് തള്ളേണ്ടി വരും കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് നോക്കാം. ഇവിടെ റിവറിൽ വെള്ളമില്ല. ആമസോൺ റിവറിൽ ഈ റീജിയനിലൊക്കെ വളരെ റിവറിൽ വെള്ളം കുറവാന്ന് പറയണം കേട്ടോ. അപ്പം നമുക്ക് അത് ഈ സീസണിന്റെ പ്രശ്നമാണ്. ഇപ്പം സീസണിൽ അവർ പറയുന്ന കുറേ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും വെള്ളം കുറഞ്ഞത്. ഇവർ ഒരുപാട് സഫർ ചെയ്യുക. ഈ അവിടെ നിന്ന് ഉള്ള സാധനങ്ങൾ, ഇവരുടെ ഡെയിലി ഉപയോഗത്തിലുള്ള സാധനങ്ങൾ ഒന്നും വരുന്നില്ല, എല്ലാം വഴി കിടക്കുക. അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇവിടെ പെട്രോളിനൊക്കെ ഇപ്പോൾ റേറ്റ് കൂടുന്നു, സാധനങ്ങൾക്കൊക്കെ എല്ലാം റേറ്റ് കൂടുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ഏകദേശം ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ മാത്രം. ഇത് ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു പരിപാടിയാണ്. നമുക്കിത് ആലോചിക്കാൻ പോലും പറ്റില്ല. നമ്മുടെ ലോകത്തിന് എത്ര എഫക്റ്റ് ചെയ്യണമെന്ന് നമുക്ക് ചിന്തിച്ചാൽ പോലും നമുക്ക് കണ്ടെത്താൻ പോലും പറ്റില്ല. അങ്ങനത്തെ ഒരു സംഭവമാണത്. എന്നാലും നമ്മൾ അതിൻ്റെ ഒരു പാർട്ടാവാനായിട്ട് നമ്മുടെ ടീം ട്രാവലിസ്റ്റ് ആമസോൺ കാടുകളിൽ 1,00,000 ചെടി നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം കേട്ടോ. നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഏരിയ ഒക്കെ ശരിക്കും വെള്ളം വന്ന് പൊന്തി നിൽക്കണ ഏരിയയാണ്. ഈ വീടുകളൊക്കെ ഉണ്ട്. ഈ വീടുകളൊക്കെ ശരിക്കും പകുതി മുക്കാലും വെള്ളത്തിൽ നിൽക്കേണ്ട ഏരിയകളാണ്. പക്ഷേ ഇവിടെ വെള്ളമില്ല. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ സീസണിലൊക്കെ വന്നപ്പോൾ ഫുൾ വെള്ളമായിരുന്നു. ഈ വീടെല്ലാം വെള്ളത്തിൽ നിൽക്കുകയായിരുന്നു. അതെ. ഇവിടെ ഇപ്പോൾ തീരെ മഴയും ഇല്ല, വെള്ളമില്ല എന്നുള്ള അവസ്ഥയിൽ നിൽക്കണം കേട്ടോ. ആമസോണിലെ ഏറ്റവും വലിയ പാലത്തിന്റെ താഴെ കൂടി നമ്മൾ നാനായി പാലാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. നമ്മൾ ആമസോൺ റിവറിന് കുറുകെ ഒരു പാലം ഇല്ല എന്ന് നിങ്ങൾക്കറിയാം. ആമസോൺ റിവറിൻ്റെ ക്രോസ് ചെയ്തിട്ട് ഒരു പാലം ഈ 6,500-6,600 കിലോമീറ്ററിൽ ഇല്ല എന്നറിയാം. പക്ഷേ ഇതിൻ്റെ കൈവരികളിൽ പാലങ്ങളുണ്ട്. അതിലെ ഏറ്റവും വലിയ പാലാണ് നമ്മൾ ഈ ഇടത് ഭാഗത്ത് കാണണം കേട്ടോ. നാനായി ബ്രിഡ്ജ് എന്ന് ഇതിനെ പറയണത്. ഈ ബ്രിഡ്ജ് ഏകദേശം 2 കിലോമീറ്ററുണ്ട് ഈ ബ്രിഡ്ജിൻ്റെ നീളം വരുന്നത്. നമുക്ക് ബോട്ടിൽ മുമ്പ് ഒന്നുകൂടിയും ക്ലിയർ ആയിട്ട് കാണാം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇവിടെ സീസൺ ടൈമിലൊക്കെ വെള്ളം വന്നിട്ടാണ് ആ പാലത്തിൻ്റെ പാലത്തിൻ്റെ ഒരു ഏകദേശം പകുതിയും മുക്കാലൊക്കെ വരണതാണ് കേട്ടോ. ഇവിടെ സാധാരണ ലെവലിലൂടെ വെള്ളം വരാറുള്ളതാണ്. പക്ഷേ ഈ ഒരു സീസണിൽ തീരെ വെള്ളമില്ല കേട്ടോ.
നമ്മളിപ്പോ നടക്കുന്നത് റിവർ സാധാരണ ഇത് റിവർ കണ്ടില്ലേ പാലം ബസ്സൊക്കെ പോണതേ ഇത് കണ്ടില്ലേ അത് മൊത്തം ഇതെല്ലാം റിവർ ഉള്ള സ്ഥലമാണ്. നമ്മളിങ്ങനെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് നടക്കണം. ഇവിടെ വണ്ടികളും സംഭവങ്ങളൊക്കെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കും. ഇവിടെ ശരിക്കും പറഞ്ഞതൊക്കെ ഇവിടെ ഈ ഒരു ഇതിൽ വെള്ളം ഇപ്പോഴും ഉണ്ടാവാറുണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ ഈ കൊല്ലം വെള്ളമില്ല, മൊത്തം പ്രശ്നം തന്നെയാട്ടാ. നമ്മൾ തമാശക്ക് പറയാൻ നിങ്ങൾ ഒരിക്കലും വിചാരിക്കുക കേട്ടോ, നമ്മളൊരു തമാശ കലർത്തി സംസാരിക്കണമെന്ന് മാത്രം. ഭയങ്കര ഭീകര ഇഷ്യൂണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കണേ. ഈ എഫക്റ്റ് ലോകം മൊത്തം അടിക്കുന്നു പറഞ്ഞാൽ വിശ്വസിച്ചേ പറ്റൂട്ടാ. വേണ്ട ഈ വീടുകളിൽ ഇവിടെയൊക്കെ ഒരു തരി പോലും വെള്ളമില്ല കേട്ടോ. നോക്കിയാണ്ട ആ ടെർമിനലിൽ നിന്ന് ശരിക്കും ബ്രസീലിലേക്കും കൊളംബിയയിലേക്കും അവിടേക്കൊക്കെയുള്ള ബോട്ടുകൾ നമുക്ക് പിടിക്കാൻ പറ്റും. അപ്പോൾ അത് അവർ ഇന്നോഗ്രേറ്റ് ചെയ്തിട്ടില്ല, ഇന്നോഗ്രേഷൻ വരാൻ പോകണം. അപ്പോൾ അടുത്ത സീസണിലൊക്കെ വരുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ആമസോൺ റിവർ ഫുള്ള് ക്രോസ് ചെയ്യാനുള്ളൊരു പരിപാടി. അത് അടുത്ത സീസണിലാണ്, സീസൺ 4 ആയിരിക്കും മിക്കതും. അവിടെ നിന്നായിരിക്കും നമ്മൾ ഗേറ്റ് വേ ഓഫ് ആമസോൺ എന്നാണ് ടിക്കറ്റ് ഹൗസിന് പറയണത്. അപ്പോൾ ഈ ഇവിടെ നിന്ന് തുടങ്ങി നമ്മൾ ആമസോൺ റിവറിൻ്റെ ലാസ്റ്റ് വരെയുള്ള ഒരു ജേണി ഉണ്ട്. അത് നമുക്ക് പോകല്ലത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ബോട്ടിൽ പോകാൻ വേണ്ടി വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഒരു 5 സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ ബോട്ട് വെള്ളായി. ഇപ്പൊ നമ്മള് 10 മിനിറ്റ് നടന്നിട്ടും ബോട്ടിൽ കാണാനില്ലേ, ബോട്ടിൽ തന്നെ വെള്ളം കാണാനില്ല. ആമസോൺ റിവറിന്റെ സൈഡിലാണ് നമ്മൾ നാനായി റിവറിലാണ് ഇപ്പോൾ കയറി പോണത്. നാനായി റിവറിൽ നിന്ന് വേണം നമുക്ക് ആമസോൺ റിവറിലേക്ക് കിടക്കണമെങ്കിൽ. അതുകൊണ്ട് അവിടെയൊക്കെ വെള്ളം വരുന്ന പൊന്തണ ഏരിയയാണ്. പക്ഷേ തരി വെള്ളമില്ല കേട്ടോ. ഇവിടെ ബൈക്കൊക്കെ പാർക്ക് ചെയ്ത് ഫുള്ള് ഫുഡ് പരിപാടി ഓണായിട്ട് വരും. കണ്ട അവിടെ നിങ്ങൾക്ക് കാണാം, നാനായി റിവർ കാണാം. വെള്ളത്തിൻ്റെ അവസ്ഥ ഉണ്ടോ നിങ്ങൾ ചിന്തിക്കാൻ പറ്റില്ല കേട്ടോ. നാനായി റിവർ സാധാരണ മിനിമം ഇത്രയ്ക്കും വെള്ളം ഉണ്ടാവാറുണ്ട്. ഈ ഹൈറ്റിലെങ്കിലും വെള്ളം കിട്ടാറുണ്ട്. ഇപ്പോൾ ഏകദേശം എനിക്ക് വേണത് 40 മീറ്റർ താഴെയല്ലേ ഇപ്പം നിൽക്കണത്. നമുക്ക് നടന്നു പോകുന്നുള്ള രീതിയിലാണ് വെള്ളം നിൽക്കുന്നത്. ഒരു രക്ഷയില്ലാണ്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ നടന്ന് ക്രോസ് ചെയ്യാൻ നാനായി റിവർ. അത് ഇത്തിരി തള്ളലായിട്ട് മാറും, എന്നാലും തീരെ വെള്ളമില്ല എന്നാണ് ഉദ്ദേശിച്ചേട്ടാ. ടെർമിനലൊക്കെ പണിതുണ്ടാക്കുന്നുണ്ട് ചേട്ടാ, വെള്ളമില്ല ചേട്ടാ. ഇത് ഫുള്ള് വെള്ളത്തിലുള്ള ടെർമിനലാണ്. നമുക്ക് ബോട്ട് പിടിക്കാനായിട്ടുള്ള ടെർമിനൽ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഇവിടെ നേരെ വന്ന് ഇതൊരു ഫ്ലോട്ടിങ് ടെർമിനലാണെന്നാണ് പറയുന്നത് കേട്ടോ. മരത്തിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. അതെങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കണമെന്ന് അറിയില്ല കേട്ടോ. അല്ല ഉണ്ടാവും മരത്തിൻ്റെ മുകളിലിരിക്കണം കേട്ടോ. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, മരം വെട്ടണത് ആമസോൺ കാടിൽ മരം വെട്ടണത് 100 വർഷം 200 വർഷം പഴക്കമുള്ള മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു ചെടി വളർന്ന് ഒരു 10 കൊല്ലം കഴിയുമ്പോൾ ഇപ്പോൾ നമ്മൾ പൈൻ മരങ്ങളൊക്കെ ഒരു 10 കൊല്ലം കഴിയുമ്പോൾ കട്ട് ചെയ്തെടുത്തിട്ട് വീണ്ടും നട്ട് അതൊരു പ്രകൃതി സൈക്കിളാണ്. അപ്പോൾ മരം മുറിക്കണത് ഒരു തെറ്റാന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ആവശ്യങ്ങൾക്ക് മുറിച്ച് നമ്മളപ്പുറത്ത് വേറെ നട്ട് പിടിപ്പിക്കണം അല്ലേ. നമ്മൾ ഒരെണ്ണം വെട്ടി 2 വെക്കണം. അതിപ്പോൾ നമുക്ക് മരം വെട്ടിയില്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ബോട്ട് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു കട്ടിൽ പണിയാനോ ഒന്നിനും പറ്റില്ല. പക്ഷേ മരം വെട്ടണത് ഒരു തെറ്റാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ നമ്മളതിനൊപ്പം മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റഡാ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മാഫിയകൾ, മരം കൊണ്ടുപോകുന്ന മാഫിയകൾ കാടിൻ്റെ അകത്ത് കയറിയിട്ട് 100 വർഷം 200 വർഷമുള്ള വലിയ മരങ്ങളൊക്കെ ഇല്ലേ, ആ മരങ്ങളൊക്കെ വെട്ടി കൊണ്ടുപോകണം. അങ്ങനെയൊക്കെയാണ് കുറെ മരത്തിന്റെ മാഫിയകൾ മാത്രമല്ല, ഈ സ്ഥലത്തിന്റെ മാഫിയകളില്ലേ, അവരും ചെയ്യുന്ന പരിപാടികൾ. അവരാണ് ഈ തീപിടുത്തമൊക്കെ ഇവര് കത്തിക്കണത്. കത്തിച്ച് അത് ആ മരം അവിടെ നിന്ന് മാറ്റാനായിട്ട് സ്ഥലം എടുത്ത് അവര് അത് ഡെവലപ്പ് ചെയ്തെടുക്കും. അങ്ങനത്തെ പരിപാടിക്ക് വേണ്ടി ചെയ്യുന്നത്. ഇവർ കൃഷി ചെയ്യാനായിട്ട് പല രീതിയിലുള്ള കൃഷികളുണ്ട് ഇവിടെ. നിങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വസിക്കാന്നറിയില്ല. കഞ്ചാവിൻ്റെ കൃഷി, ബാക്കിയുള്ള മയക്കുമരുന്നിൻ്റെ ഒക്കെ കൃഷി ചെയ്യണ ഒരു ഏരിയകൾ കൂടി ഇതിൻ്റെ കാടിൻ്റെ അകത്തൊക്കെ ഉണ്ട്. അപ്പോൾ കാടിൻ്റെ അകത്ത് അങ്ങനെ കൃഷി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആദ്യം ഈ പറഞ്ഞൊരു ഏരിയ മൊത്തം കത്തിക്കും. ഔട്ട് ഓഫ് കൺട്രോൾ വരുമ്പോഴാണ് ഈ സാധനം മൊത്തം പടർന്ന് ഫലിപ്പിക്കുന്നത്. ശരിക്കും കാട്ടുതീ ഉണ്ടാക്കണതിൻ്റെ ഒരു 80% കാരണം മനുഷ്യന്മാർ തന്നെയാണ് കേട്ടോ. പോലെ നമുക്ക് ആമസോൺ റിവറിൽ ഇനി 3 മണിക്കൂർ യാത്ര. 3 മണിക്കൂറിൽ എത്ര പ്രാവശ്യം തള്ളണമെന്ന് അവർക്ക് അറിയത്തില്ല. കയറുന്നു സന്ധി ഫസ്റ്റ്, ലേഡീസ് ഫസ്റ്റ്. ഫുള്ള് ബോട്ടുകൾ ഓരോ കമ്മ്യൂണിറ്റിയിലേക്ക് പോകാനായിട്ട് ഇവിടെ ഇതാണ്ട്. ഇവിടെ നമുക്കിത് അല്ല, ഇവിടെ നമുക്ക് ആൾക്കാർ ഇത് മറ്റേ റാപ്പിഡ് സാധനമാണ്. ഇവിടെ സ്പീഡ് ബോട്ടുണ്ട്. നമ്മൾ സ്പീഡ് ബോട്ടിലെല്ലാം വെള്ളം കുറവായിട്ട് ആളുകൾ ഇപ്പം ബോട്ടിലധികം പോണില്ല. എല്ലാ ബോട്ടുകളും ഇങ്ങനെ കിടക്കുക. സാധാരണ ഇവിടെ വരുമ്പോൾ ബോട്ടുകൾ ഇടയ്ക്ക് നമുക്ക് ഇടയ്ക്ക് വന്നാൽ കയറാം. 5 മിനിറ്റ് കഴിയുമ്പോൾ 5 മിനിറ്റ് കഴിയുമ്പോഴൊക്കെ വരാറ്. പക്ഷേ ഇപ്പോൾ ബോട്ട് ഇങ്ങനെ വരിവരിയായിട്ട് ഇങ്ങനെ കിടക്കാട്ടോ. ഇവിടുത്തെ കോഴിയാണ് നമുക്ക് ഇത് കണ്ട, ഓരോ ഗ്രാമങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കോഴിയാണ് നമുക്ക്. ആമസോണ്ടാ പിടിക്കാം നമുക്ക്. ആമസോൺ റിവറിൽ കൂടെ നമ്മളിനി 3 മണിക്കൂർ യാത്ര നമുക്ക്. ആമസോൺ സീസൺ 3 അപ്പോൾ നമ്മൾ ഇപ്പോൾ കാണുന്നത് നാനായി റിവറാണ് കേട്ടോ. നാനായി പാലത്തിൻ്റെ അടി കൂടിയാണ് നമ്മൾ ആമസോൺ റിവറിലേക്ക് ക്രോസ് ചെയ്യുക. ഈ കരയുടെ അപ്പുറത്തെ ഭാഗം ആമസോൺ റിവറാണ്.
ഇവിടെ നിന്ന് കണ്ട അവിടെയൊക്കെ കണ്ട അവിടെയൊക്കെ മറ്റേ ബാറ് സെറ്റ് ചെയ്തിട്ടാ. ഈ റിവർ താഴ്ന്നു വരുമ്പോ എല്ലാ വർഷവും ഒരു 3 മാസം അവർ ആ റിവറിന്റെ കടത്ത് കിടക്കുന്ന ആ മണ്ണില്ലേ അത് ഇവര് ഇവിടത്തെ ആമസോൺ ബീച്ചാക്കും. എല്ലാവരും 3 മാസം കഴിയുമ്പോൾ ഇതെല്ലാം പറക്കൊണ്ട് പോകും. അതെ, 3 മാസത്തേക്ക് വേണ്ടി മാത്രം കേട്ടാ. നമുക്ക് ഈ വീക്കെൻഡൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ബീച്ച് ആക്ടിവിറ്റീസുകളും പാർട്ടികളൊക്കെ നമുക്ക് ഇവിടെ കാണാം കേട്ടോ. നമ്മൾ ഒരിക്കലും യൂറോപ്യൻ കൺട്രിയിലൊക്കെ വന്നെന്ന് ചോദിക്കും നമുക്ക് ചില സമയത്ത് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ ആ ടെർമിനലാണ് നമ്മൾ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ടെർമിനലിൽ നിന്നാണ് നമുക്ക് ബ്രസീലിലേക്കും ഇവിടെ നിന്ന് ആമസോൺ റിവർ ക്രോസ്. ആമസോണിൻ്റെ തുടക്കമാണല്ലോ, നമ്മുടെ ആമസോണിൻ്റെ ഗേറ്റ് വേ ആണല്ലോ, വാതിലാണല്ലോ ഇക്കറ്റ് ഹൗസ്. അപ്പോൾ ഇവിടെ നിന്നുള്ള എല്ലാ സർവീസും ആമസോൺ റിവറിലേക്കുള്ള ബ്രസീലിലേക്ക് പോണതും കൊളംബിയയിലേക്ക് പോണതും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് പോകണം. അപ്പോൾ എല്ലാ ബോട്ടുകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. എത്രയൊക്കെ പറഞ്ഞാണ്ടല്ലോ ഇവിടെ വന്നിട്ടേ ഈ ആമസോൺ കാടിനകത്ത് വന്നിട്ട് ഈ കാറ്റടിക്കണ ബോട്ടിലും ഇവിടെ ഒരു കാറ്റുണ്ട്, അതിന് ചെറിയൊരു തണുപ്പുണ്ട്, അതിൻ്റെ സുഖമുണ്ടല്ലോ ലോകത്തെ എവിടെ പോയി കിട്ടിയിട്ടാ. അതിൻ്റെ ഞാനിവിടെ ആമസോണിൽ വരാനും ഇടയ്ക്കിടയ്ക്ക് വരാനും ഇവിടെ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് തന്നെ ഓണാക്കാനായിട്ടുള്ള കാര്യമില്ല. ഇവിടുത്തെ പ്രകൃതി ആലോചിക്കാൻ പറ്റില്ല. അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, എന്നാലും ഒരു രസം തന്നെയാണ്. ആമസോൺ റിവറിൻ്റെ മുകളിൽ കൂടെ അല്ലെങ്കിൽ ആമസോൺ കൈവരികളിലൂടെ അങ്ങനെ യാത്ര ചെയ്യുക. ആ യാത്രയ്ക്ക് കിട്ടുന്ന ഒരു അനുഭൂതി ഉണ്ടല്ലോ. ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. ഒരു രസം വേറെയാണ്. അത് ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ ഓരോ അനുഭൂതിയാണ്. ഇവിടെ വരുമ്പോൾ ഇങ്ങനെ അതിന് വേറൊരു ഏരിയയിലേക്ക് പോകുമ്പോൾ അവിടെ അങ്ങനെ തണുത്ത കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, അങ്ങനെ വിറക്കണ കാറ്റല്ല, ഒരു സുഖം, ഒരു മനസുഖം, അത്രേ ഉള്ളൂ. ഇവിടെ വന്നിട്ട് അടി തട്ടിയിട്ട് അവിടുത്തെ സാധനങ്ങൾ ആ ഷിപ്പിൻ്റെ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് മാറ്റാടാ. കുറേ ഷിപ്പുകൾക്കും ബാർജുകൾക്കും ഇപ്പോൾ ഇവിടുന്ന് പോകാൻ പറ്റുന്നില്ല. മുമ്പ് വന്ന ഒരു 2 ദിവസം 3 ദിവസം കൊണ്ടൊക്കെ ഭയങ്കരമായിട്ട് വെള്ളം ഇരുന്നിരിക്കുക. ഇനി നല്ലൊരു 2 മഴ പെയ്താൽ മാത്രമേ അവർക്ക് പോകാൻ പറ്റുള്ളൂ. 2-3 മഴ നല്ല മഴ പെയ്യുന്നുണ്ടോ. ഇവിടെ ഓരോ കമ്മ്യൂണിറ്റികൾക്കൊക്കെ പോണ ബോട്ടുകൾ ചിലപ്പോൾ 2 ദിവസം 3 ദിവസമൊക്കെ ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെ ഇരിക്കണം. ഈ റിവറിൽ കൂടെ പോയി ഏതെങ്കിലും അല്ല ഇവിടുത്തെ ഓരോ വേറെ പ്രൊവിൻസിലേക്കൊക്കെ പോണ ബോട്ടുകളായിരിക്കും അവർ. ഇവര് കിടന്നുറങ്ങണത് അമ്മാക്കിലുണ്ടാ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഷാജി സാറിൻ്റെ കൂടെ മേടിക്കാൻ ഒരു മാർക്കറ്റിൽ ഒരു മേടിക്കാൻ പോയി ഓർക്കണ്ട. അങ്ങനെ അമ്മാക്കിലാണ് ഇവര് കിടക്കണത്. ഇവിടെ റൂമുകളൊന്നുമില്ല. 2 ദിവസം 3 ദിവസമൊക്കെ ഈ ബോട്ടിൽ പോകണ്ടെങ്കിലും ഇവരുടെ റൂമുകൾ സെപ്പറേറ്റ് റൂമുകളൊന്നുമില്ല ഇവർക്ക്. ഇവർ കിടക്കണത് അമ്മാക്കിലാണ്. ഇവരെ ബാത്റൂം പറഞ്ഞ ഒരു കോമൺ ബാത്റൂം ഉണ്ടായിരിക്കും. പിന്നെ ഇങ്ങനെ അമ്മാക്ക് എല്ലാ ബോട്ടും ഇങ്ങനെ കെട്ടിയിട്ടുണ്ടാവും. അതും അവർ യാത്ര ചെയ്യണം കേട്ടോ. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഒരു ജീവിതം അങ്ങനെയാണ്. അങ്ങനെ നമ്മൾ നാനായി റിവറിൽ നിന്ന് നേരെ ആമസോൺ റിവറിലേക്ക് കടക്കാൻ പോകണം. ആമസോൺ റിവറിൽ കൂടെ നമുക്കൊരു ഏകദേശം 2-2.5 മണിക്കൂർ, അരമണിക്കൂർ നാനായി റിവറിൽ കൂടിയും 2.5 മണിക്കൂർ ആമസോൺ റിവറിൽ കൂടി യാത്ര ചെയ്യുന്നുണ്ട് കേട്ടോ. അയ്യോ, ബോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ എത്ര പേര് അന്ന് 16 പേര് മരിച്ചില്ലേ ഈ റിവറിൽ? ബോട്ട് മറിഞ്ഞുകൂടാ. എന്നിട്ട് ഒരു 16 പേര് മരിച്ചുവിടാ. സംഭവം ഇത്ര ഗ്യാപ്പുള്ളെങ്കില്ല. 16 പേര് രാത്രിയായിരുന്നു മരിച്ചു. 16 പേര് ഈ കഴിഞ്ഞ ഒരു 1.5 ആഴ്ച മുമ്പ് കൂടെ മരിച്ചു. വെള്ളമില്ലാണ്ട് ബോട്ട് അവിടെ തട്ടിയിട്ട്. അത് ഈ ബോട്ട് എവിടേക്ക് പോണതാ? ഇത് മറ്റേ കൊളംബിയയിലേക്ക് പോകണോ? കൊളംബിയയിലെ ബോർഡറിൽ പോണ ബോട്ടാ. 2 ദിവസം ഫുള്ള് ആമസോൺ യാത്ര. കൊളംബിയയിലേക്ക് പോണ ബോട്ടാണ് നമ്മൾ കാണുന്നത്. ബോട്ടല്ല അത് മുമ്പിൽ വെള്ളത്തിൻ്റെ ഉണ്ട്. ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് അവിടെ. ഇവിടെ വെള്ളം കുറയുമ്പോൾ ഇവര് കൃഷി ചെയ്യുന്നു. ഇവിടെ ഓപ്പൺ ലാൻഡ് കൃഷി ചെയ്യുന്നു പറഞ്ഞു. അതേപോലെ നമ്മൾ കാണാം നെൽകൃഷി ഉണ്ട്. അവർ തെറ്റാണ്. അവർ മണലിലാണ് നെൽകൃഷി സെറ്റ് ചെയ്തിരിക്കുന്നത്. 4 അതിന്റെ ടെക്നിക്ക് നമുക്കറിയില്ല കേട്ടോ. മണലും കളിമണ്ണും മിക്സ് ആണ് കേട്ടോ. പ്യുവർ മണലല്ല, മണലും കളിമണ്ണും മിക്സ് ആണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ കഴിഞ്ഞ സീസണിൽ അത് കാണിച്ചിരുന്നു. ഇവിടെ ഇങ്ങനെ ചെറിയൊരു സ്പേസ് അവർ ഓപ്പൺ ആയി കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ നട്ട് അവർ കൃഷി ചെയ്യട്ടോ. അത് അവരുടെ ഒരു ഹോബിയാണത്. അപ്പൊ നമ്മള് പതുക്കെ നാനായി എറിയുന്നത് ആ ഒരു ഇവിടെ നമ്മൾ വന്നത് നമ്മൾ ആമസോൺ റിവറിലേക്ക് എൻട്രി ചെയ്യാൻ പോട്ടോ. ആമസോൺ റിവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ആലോചിക്കാൻ പറ്റുമോ. അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുക. അങ്ങോട്ട് കിടക്കാൻ പറ്റാണ്ട് ഇവിടെ നിന്ന് ആമസോൺ റിവറിന്റെ സൈഡിൽ തന്നെ വണ്ടി ഒതുക്കിയിട്ട് ബാർജ് ഒതുക്കിയിട്ട് അവിടുത്തെ സാധനങ്ങൾ കയറ്റിയിട്ട് കൊണ്ടുപോകട്ടോ സിറ്റിയിലേക്ക്. ഈ സാധനം അവിടെ പോകുമ്പോൾ അടിയിലെവിടെയും തട്ടിപ്പോ. ഇപ്പോഴത്തെ അവസ്ഥ ഭയങ്കര മോശമാണ്. ഇവിടെ പെറു മിലിറ്ററിയുടെ ബാർജ് നമ്മൾ കാണട്ടോ. സെക്യൂരിറ്റി ലൈനായി ഇവിടേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ചെക്കിങ് ആണോ. ഇവിടെ ചെക്കിങ്ങിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ കൊളംബിയയിലും അതേപോലെ ബ്രസീലിൽ നിന്നുള്ള വലിയ ബോട്ടുകൾ വലിയ ബാർജുകൾ വരണത് വന്നെടുക്കണത് ഇക്കറ്റ് ഹൗസിലാണ് ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ. അപ്പോൾ ഇവിടെ നിന്ന് കയറുമ്പോൾ തന്നെ ഈ ബോട്ട് നേരെ ആ ബാർജിലേക്ക് എടുക്കും. നമ്മൾ കപ്പലിൽ പൈലറ്റ് വരുന്ന പോലെ നേരെ എല്ലാവരും കയറും, ചെക്ക് ചെയ്തിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുള്ളൂ. ഈ കടലിൽ നിന്ന് നമ്മൾ കരയിലേക്ക് എടുക്കുമ്പോൾ പൈലറ്റ് ബോട്ട് വരുന്ന പോലെ ഇവിടുത്തെ വലിയ ബാർജ് കൊളംബിയയിൽ നിന്നും ബ്രസീലിൽ നിന്ന് വരുന്ന ബാർജുകളിലൊക്കെ എല്ലാ ബാർജിൽ കയറിയില്ലെങ്കിലും ഒരുവിധം ബാർജിലൊക്കെ ഇവിടുത്തെ ആൾക്കാർ ചെക്കിങ് ഉണ്ട് കേട്ടോ. എൻട്രി ചെയ്ത് വരുമ്പോൾ ഒരുപാട് ഡ്രഗ്സ് അങ്ങനെ മയക്കുമരുന്നുകൾ. ഒപ്പം തന്നെ ഈ പിള്ളേരെ ചെറിയ
പെൺകുട്ടികളെ ഇവിടുന്ന് പെറുന്ന് കൊളംബിയയിലേക്കും ബ്രസീലിലേക്കും ഇവിടുന്ന് കയറ്റി വിടും. അതുപോലെ കൊളംബിയയിൽ നിന്നും ബ്രസീലിൽ നിന്നൊക്കെ ആൾക്കാർ, ബ്രസീലിൽ നിന്നല്ല കൊളംബിയയിൽ നിന്നും വെനസ്വേലയിൽ നിന്നും ചെറിയ പെൺകുട്ടികളല്ലേ? ഇവിടുന്ന് കൊളംബിയ അവര് ഈ സാധനങ്ങൾക്ക് പൈസക്ക് വേണ്ടി കൊച്ചു പിള്ളേർ, ഇവിടുത്തെ ആമസോൺ കൊച്ചു പിള്ളേരെ അവര് വിൽക്കുക. ഇവിടുന്ന് ഭയങ്കര പ്രശ്നം ഇവിടുത്തെ ബോർഡറിലത്. പെൺപാണിപ്പോ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ പെൺപാണിപ്പോ വലിയ പെണ്ണുങ്ങളല്ല, കൊച്ചു പിള്ളേരെയാണ്. പിള്ളേരെ വിറ്റുകൊണ്ടിരിക്കുക. നമ്മൾ ഭയങ്കര പ്യൂറാന്നൊക്കെ പറയുമെങ്കിലും ഇവിടെ ചെറിയ കുട്ടികളെ കൊളംബിയയിലേക്കും വെനസ്വേലയിലേക്കും സെൻട്രൽ അമേരിക്കയിലേക്കൊക്കെ ഇവിടുന്ന് ആമസോണിൽ നിന്ന് ചെറിയ കുട്ടികളൊക്കെ വിൽക്കാന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അങ്ങനെ ഒരു ഹ്യൂമൻ ട്രാഫിക് ഇതിനുള്ളിൽ നടക്കുന്നുണ്ട്. അത് കാരണം ഇത്രയ്ക്ക് ചെക്കിങ് ഇവിടെ ഈ ഒരു ഏരിയയിലൊക്കെ കുറേ ചെക്കിങ് ഉള്ളത് കേട്ടോ. ഈ ആമസോൺ റിവറിൽ കൂടെ നിങ്ങൾക്ക് യാത്ര ചെയ്യണം. ആമസോൺ റിവറും ആമസോൺ കാടും എല്ലാം തൊട്ടറിഞ്ഞുള്ള യാത്ര നിങ്ങൾക്ക് ചെയ്യണം. മാച്ചു പിച്ച് എന്ന സ്വപ്നലോകം നിങ്ങൾക്ക് കാണണം. വേൾഡ് വണ്ടർ നിങ്ങൾക്ക് കാണണം. ഇതൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഉണ്ടല്ലോ ഒരു വഴി മാത്രമുള്ളൂ എന്ന് നമ്മൾ വിശ്വസിക്കുമോ? വിശ്വസിക്കാൻ പറ്റില്ല. കുറേ വഴികളുണ്ട്. നിങ്ങൾ ഗ്രീൻ ബുക്കിലൂടെ യാത്ര ചെയ്യാം. നമ്മുടെ ഗ്രീൻ ബുക്കിലൂടെ നിങ്ങൾക്ക് ആമസോണും മാച്ചു പിച്ചും അതുപോലെ ആഫ്രിക്കൻ യാത്രകളൊക്കെ കൂടുതൽ നിങ്ങൾക്ക് തൊട്ടറിയാം. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ടീമിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. വെൽക്കം ടു ഗ്രീൻ ബുക്ക് പ്രോഗ്രാം. ഇതാണ് നമ്മൾ ഓരോ 2 കിലോമീറ്റർ 3 കിലോമീറ്റർ കഴിയുമ്പോൾ നമുക്കിങ്ങനെ ചെറിയ ചെറിയ കമ്മ്യൂണിറ്റികൾ കാണാം. ഈ ഒരു ഏരിയ ഇവിടുത്തെ മെയിൻ ടൗൺ എന്നൊക്കെ പറയാം. ഇവിടെ ഇങ്ങനത്തെ ചെറിയ ചെറിയ കമ്മ്യൂണിറ്റികളുണ്ട്. കുഞ്ഞു കമ്മ്യൂണിറ്റികൾ മൊത്തം. ഇവിടുന്ന് ആൾക്കാർ ഓരോ ദേശങ്ങളിലേക്ക് പോകാനായിട്ടുള്ള ബോട്ടുകളൊക്കെ റെഡി വെച്ചിട്ടുണ്ട്. ഇത് 1 മണിക്കൂർ കൂടുമ്പോഴൊക്കെയാണ് ബോട്ട്. അപ്പോൾ 1 മണിക്കൂറൊക്കെ വന്ന് വെയിറ്റ് ചെയ്തിരിക്കേണ്ട വരും ഈ ബോട്ടിലുണ്ടോ. അപ്പോൾ നമ്മളിത് പതുക്കെ എടുക്കണം കേട്ടോ. അങ്ങനെ 2-2.5-3 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മളിത് എത്തിയിരിക്കണം. കരയ്ക്ക് എത്തിയിരിക്കട്ടോ. പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കും ആമസോണിൽ പ്ലാസ്റ്റിക് വരില്ല എന്ന് ചിന്തിക്കാൻ പറ്റും. ആ സുഖം അങ്ങോട്ട് പോയി. ആ കാറ്റടിക്കുന്ന സുഖമില്ലേ അത് പോയി. അപ്പോൾ നമുക്കിനി ഇറങ്ങല്ലേ, നമുക്ക് ഇവിടുത്തെ കമ്മ്യൂണിറ്റിക്ക് കിടക്കാട്ടോ. അപ്പോൾ അങ്ങോട്ട് ഇത് ഇക്കറ്റ് ഹൗസിലേക്ക് പോകണം ബോട്ടുകളല്ല എന്നുള്ളൂ, വേറെ കമ്മ്യൂണിറ്റിക്ക് പോകാന്നുള്ളൂ. എന്തോ ഇത് ഇവിടുത്തെ വേറെ പ്രൊവിൻസിലേക്ക് മറ്റേ ഇന്ത്യൻ പീപ്പിൾ ഇല്ലേ അവരുടെ കമ്മ്യൂണിറ്റിക്ക് പോകുന്ന സ്ഥലം. ഇവരോരോ കമ്മ്യൂണിറ്റിക്ക് പോകുന്ന ബോട്ടുകൾ നമുക്ക് കാണാം കേട്ടോ. നമുക്ക് പതുക്കെ ഇറങ്ങാം. വെറും $990 ലോകാത്ഭുതങ്ങൾ ഒന്നായിട്ടുള്ള മാച്ചു പിച്ചു കണ്ടാലോ. ഒപ്പം തന്നെ വൺ ഓഫ് ദി നാച്ചുറൽ വണ്ടറായ ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടുകളിൽ ഒന്നായ ആമസോൺ റെയിൻ ഫോറസ്റ്റ് കണ്ടാലോ. 4 ദിവസം നീളുന്ന ഈ സ്വപ്ന തുല്യമായ വണ്ടർ യാത്രയിൽ നമ്മൾ കുസ്കോയിൽ തുടങ്ങി സീക്രട്ട് വാലി, അഗ്വാസ് കാലിയന്റെ എന്ന പട്ടണങ്ങളിൽ യാത്ര ചെയ്ത് 3-ാം നാൾ നമ്മൾ മാച്ചു പിച്ചു എന്ന ആ സ്വപ്നത്തിലേക്ക് എത്തും. അങ്ങനെ ഇങ്ക സംസ്കാരവും ഇങ്ക കൾച്ചറും എല്ലാം തൊട്ടറിഞ്ഞിട്ടുള്ള ഈ യാത്രയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. നമ്മൾ ഗ്രീൻ ബുക്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ 10 പേരിന് മേലുള്ള ഒരു ഗ്രൂപ്പ് നമ്മൾ ഇതിൽ സംഘടിപ്പിക്കുന്നില്ല. നിങ്ങൾ ഗ്രൂപ്പ് ട്രാവലേഴ്സ് ആയിക്കോട്ടെ, കപ്പിൾ ട്രാവലേഴ്സ് ആയിക്കോട്ടെ, സോളോ ട്രാവലേഴ്സ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ആർക്കും ഈ പാക്കേജ് എടുക്കാം. ഈ പാക്കേജ് ആദ്യത്തെ 50 പേർക്ക് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ പാക്കേജ് എടുത്തിരുന്ന ആൾക്കാർക്ക് 2 വർഷത്തിൽ എപ്പോൾ വേണമെങ്കിൽ യാത്ര ചെയ്താൽ മതി. അങ്ങനെ ഒരുപാട് പ്രത്യേകത നിറഞ്ഞ പാക്കേജുകളാണ് ഗ്രീൻ ബുക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിൻ്റെ മാച്ചു പിച്ചു അല്ലെങ്കിൽ ആമസോൺ പാക്കേജുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് കലക്കി അടുത്ത കണ്ട മഡ് കണ്ട. ഈ മഡൊക്കെ നമ്മുടെ മേത്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഈ മഡൊക്കെ വെച്ചിട്ട് നമ്മളൊരു കുളി കുളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഔഷധം കൊണ്ടുള്ള മഡ് ഇട്ടത് കുറേ അസുഖങ്ങളൊക്കെ മാറ്റുന്നുണ്ട് പറയണവർ. ഇവിടെ സായിപ്പന്മാർ അമേരിക്കയിൽ നിന്നും അവിടെ നിന്നൊക്കെ വന്ന ആൾക്കാർ ഇവിടെ ഈ മഡ് തേച്ചിട്ട് ഇവിടുത്തെ വെയിലത്ത് കെടുക്കണം. ഇവിടുത്തെ വെയിലിനൊരു പ്രത്യേക സുഖം ഉണ്ടെന്ന് അല്ലെങ്കിൽ പ്രത്യേക ഒരു എനർജി ഉണ്ടെന്നാണ് പറയണ കേട്ടോ സയൻറ്റിഫിക്കലി. കണ്ട ബോട്ടുകളൊന്നും പോകാൻ പറ്റാണ്ട് വെള്ളമൊക്കെ ഇറങ്ങി പോയിട്ട് കണ്ട ഇതിന് ഉപയോഗിക്കാത്ത ബോട്ടാണെന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കമ്മ്യൂണിറ്റിയിലേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. 2.5 മണിക്കൂർ യാത്ര കഴിഞ്ഞിട്ട് നമ്മൾ വന്ന് എത്തിയിരിക്കുകയാണ്. ഉറക്കം തൂങ്ങിയിട്ടാണ് എന്തോ വന്നിരിക്കുന്നത്. ഒരു സുഖം തന്നെയല്ലേ. രാവിലെ 5:30 ഇറങ്ങി 6 മണിക്ക് ഇറങ്ങിയത് അവിടെ. ഒരു പ്രത്യേക സുഖാന്നേ. ആ സുഖം പറഞ്ഞറിയിക്കാൻ പറ്റില്ലടാ. ഒരു വേറൊരു രസം തന്നെയാണ് ഈ റിവറിന്റെ കാറ്റും കൊണ്ട് ഇങ്ങനെ നമ്മള് കമ്മ്യൂണിറ്റിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് കമ്മ്യൂണിറ്റിയിൽ വെള്ളം നിന്ന സ്ഥലങ്ങളാണ്. ആണ്ടാ വെള്ളത്തിന്റെ പ്രകരശക്തിയിൽ ഇവിടുത്തെ ഇതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണാണ്ടോ നിങ്ങള്. അത്രയധികം വെള്ളം. ആമസോൺ റിവർ എത്ര പ്രകരത്തിലേക്ക് പോകും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടില്ലേ. വേണ്ട വടിയൊക്കെ വളഞ്ഞു പോയിരിക്കുക. ഇതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയിരിക്കട്ടാ. സാൻഡേ പവർ. സാൻഡിക്ക് നമ്മൾ മലയാളം പറയുമ്പോൾ ഒന്നും മനസ്സിലാവണില്ല. ഒന്നും ലൈനിലേക്ക് വരുന്നില്ല കേട്ടാ. വിവോ മെഹിക്കോ ഇത് ഏതാ ഇവിടുത്തെ മറ്റേ രാഷ്ട്രീയക്കാരാണ്. എന്തത് അൽബാർ ഗുറിറി. ഇലക്ഷനൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇലക്ഷനൊക്കെ ആൾക്കാരെ കമ്മ്യൂണിറ്റിനെ സെറ്റ് ചെയ്തിട്ട് അവർ എന്തൊരു ഹൈലുണ്ടാക്കി വെച്ചാലേ. ഇവിടുത്തെ നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയങ്ങളൊക്കെ ഇവിടുത്തെ രാഷ്ട്രീയം ലോക്കൽ ഈ ഗവൺമെന്റ് പീപ്പിള് ഫുൾ സപ്പോർട്ടാ.
അവരിടുന്ന റോഡുകളും ഇവിടെ ഇവർക്ക് ഓരോ കോളനികളിലും കമ്മ്യൂണിറ്റി കയറി പോകാൻ വേണ്ടി കോൺക്രീറ്റ് സ്ലാബ് അടിച്ച് അങ്ങനത്തെ മോട്ടോർ ടാക്സി പോകുന്ന രീതിയിൽ അവർ വഴിയിട്ട് കൊടുക്കത്തിരിക്കും. അതെ, ഇവർക്ക് എല്ലാ വീട്ടിലെത്താൻ ഇവർക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു 20 കിലോമീറ്റർ 30 കിലോമീറ്റർ ഒക്കെ അപ്പുറത്ത് ഒരുപാട് കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ കമ്മ്യൂണിറ്റികളിലേക്ക് പോകാനായിട്ട് അവരുടെ ഇവിടെ മറ്റേ മോട്ടോർ ടാക്സി ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ പോണ കമ്മ്യൂണിറ്റി ഇവിടുന്ന് 1/2 മണിക്കൂർ വണ്ടിയിൽ പോകണല്ലേ, അങ്ങനെ ടോട്ടൽ 3 മണിക്കൂർ പോകണം. നമ്മളൊന്ന് ഓട്ടോ പിടിച്ച് ഇനിയിപ്പം കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയിൽ പോകണം. ജസ്റ്റ് ബോട്ടിൽ ജംഗ്ഷനിൽ ഇറങ്ങി ഇവിടെ ഇവരുടെ ഓട്ടോ ജംഗ്ഷൻ ഇനി നമ്മൾ വേറെ കമ്മ്യൂണിറ്റിയിലേക്ക് പോകണം. ഓക്കെ, അടിപൊളി. അപ്പോൾ നമ്മൾ പതുക്കെ കിടക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ചേച്ചിയുടെ അടുത്തൊക്കെ ഇവിടെ കടയുടെ അകത്ത് കയറിയാണ്ടല്ലോ $1 മില്യൺ വാല്യൂ ഉള്ള, ഇപ്പം എന്ത് ചെയ്യാം, $1 മില്യൺ വാല്യൂ ഉള്ള വ്യൂ ആണ് ഇവിടെ നിന്ന് കിട്ടാം. നമുക്ക് കണ്ട ആമസോൺ ഇവർ കണ്ടുകൊണ്ട് നമുക്ക് ചായ കുടിക്കാം. ചായ കിട്ടില്ല കേട്ടോ, എന്തെങ്കിലും ചോറ അല്ലെങ്കിൽ 2 ബീറൊക്കെ അടിക്കാന്ന് പറഞ്ഞ പോലെ കേട്ടോ. ആമസോൺ ഇവർ കണ്ടുകൊണ്ട് വ്യൂ നോക്കി നിങ്ങൾ. ഇത് മഴക്കാലത്ത് ഇവിടെ വരെ വെള്ളട്ടാ. ഇത് ചിലപ്പോൾ മഴക്കാലത്ത് ഇത് പൊന്തി വരും, അത് വേറെ കാര്യം. പക്ഷെ അമ്മരുത്തെ വ്യൂ ആട്ടെ ഉള്ളിൽ. ഇവിടെ നമ്മൾ സ്വപ്നം കണ്ട ആമസോൺ അല്ല, ഇവിടെ അല്ല മനുഷ്യന്മാർ സാധാരണക്കാരെന്ത് ജീവിക്കണല്ലേ. പെട്രോൾ കച്ചവടം ചെയ്യട്ടാ. അതെ അതെ. ഇവിടെ എങ്ങനെ കറണ്ട് എത്തിക്കണം അവരല്ലേ? ഇവിടേക്ക് ലൈൻ വരുന്നുണ്ടോ ഈ റൂട്ടിൽ കൂടെ? കറണ്ട് വരുന്നുണ്ടോ? നമ്മളിപ്പോൾ 3 മണിക്കൂർ 2-2.5 മണിക്കൂർ ഇങ്ങോട്ട് പോന്നിട്ടുള്ള കേസ് പറഞ്ഞാ. ഇത് ചെറിയൊരു വില്ലേജ് മൂടാ ഫുള്ള്. മൊത്തം ഓരോ വീടിനൊരു പ്രത്യേകത ഉണ്ട്. ചില വീടുകൾ നോർമലാണ്, പക്ഷേ ചില വീടുകളൊക്കെ ഉണ്ട് ഒരു വേറെ ടച്ച് ഉണ്ടോ. അയ്യോ, നിങ്ങൾ നോക്കിയാ മാങ്ങണായി, നിങ്ങൾ നോക്കിയാ ആമസോൺ മാങ്ങാട്ടോ. ആലോചിക്കാൻ പറ്റുമോ എന്തോരം മാങ്ങയാണല്ലേ. പുളിപ്പനാന്നുണ്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പൊട്ടിച്ചത്. മാങ്ങയില്ലാത്ത ആമസോണില്ലട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാൻ ചെയ്യണ ഒരു മരം മാങ്കോ കേട്ടോ. മാങ്കോ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് 2 കൊല്ലം കൊണ്ട് കാച്ചിട്ട് ആ മാങ്ങ മുറിച്ച് നമ്മൾ അച്ചാറ് ഇട്ട് കഴിക്കാനുള്ള പരിപാടി കേട്ടോ. അച്ചാറിട്ട് വെച്ചൂടെ? എൻ്റെ അമ്മ കേൾക്കണ്ട. ഇവിടെ വീടുകളൊക്കെ നല്ല സെറ്റപ്പ് വീടുകളുണ്ട് കേട്ടോ അല്ലേ. നമ്മളിവിടെ ആമസോൺ കാട് ആന കുതിര എന്നൊക്കെ പറഞ്ഞല്ലേ, ഇവിടുത്തെ ആൾക്കാർക്ക്, ഇവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റിക്ക്, ലോക്കലായിട്ട് ആൾക്കാർക്കൊക്കെ നമ്മളെങ്ങനെയാണ് ജീവിക്കണേ അതേപോലെ ജീവിക്കാൻ ആഗ്രഹം ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും മാറിക്കൊണ്ടിരിക്കണം. കാടിൻ്റെ അകത്തുള്ള ട്രൈബുകളൊക്കെ ഉണ്ട്, വേറെ ട്രൈബൽ കമ്മ്യൂണിറ്റി ഉണ്ട്. അവരെ അതേപോലെ അവരുടെ ശൈലിയിൽ ജീവിക്കുന്നുണ്ട്, വേറെ രീതിയിൽ ജീവിക്കുന്നുണ്ട്. പക്ഷേ ഒട്ടുമിക്ക ആൾക്കാരൊക്കെ ന്യൂ ജനറേഷനിലേക്ക് മാറാനും ഡ്രസ്സിങ് ആയാലും വീടുകളായാലും ഒക്കെ മാറാനായിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ സിസ്റ്റർമാരുടെ ഒരു മഠം ഇവിടെ ഉണ്ടെന്ന് പറയണല്ലേ. അവരുടെ അല്ല, അവരുടെ ഇതിൽ ഇതായിട്ടുള്ള വേറൊരു ഗവൺമെൻറ് നോക്കിയാൽ ഫുള്ള് സെറ്റപ്പാണ്. നമ്മൾ റിവർ ക്രോസ് ചെയ്ത് ആമസോൺ കാടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ സ്ഥലങ്ങളിൽ വരുമ്പോൾ ഇങ്ങനത്തെ കമ്മ്യൂണിറ്റികളും ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. സീസൺ 3 വേറെ ടച്ചിൽ പോകണല്ലോ എന്തോ. ഇതിപ്പോ നമ്മൾ നിൽക്കുന്ന വെച്ചാൽ ഇവിടുത്തെ ഒന്ന് വെച്ചാൽ അവരുടെ സിറ്റി, ഈ കമ്മ്യൂണിറ്റി സിറ്റി. നമ്മളിന്റെ ഉള്ളിലോട്ട് കയറി പോകുമ്പോ ഇന്ത്യ ഇവിടെ കയറി പോകണം. ഇൻഡിവിജ്വൽസ് പീപ്പിളെ കാണാൻ പോവാ നമ്മൾ. അതെ, കൊല്ലങ്ങളായിട്ട് പണിതുണ്ട്. 10-20 കൊല്ലമായിട്ടുള്ള വീടുകൾ മരാന്നുണ്ടോ, മരമൊക്കെ പൊളിയാറായിട്ടാ. ഹമ്പിളൊരു പള്ളി ഉണ്ടല്ലോ ഇവിടെ. മെഹിക്കോ ജയിച്ചിട്ടപ്പോൾ സാൻഡിക്ക് ഒരു പ്രത്യേക സന്തോഷമാണ്. നോ, ഇന്ത്യ. നെക്സ്റ്റ് ടൈം വി വിൽ ബ്രിങ് ഇന്ത്യ ജേഴ്സി. മെഹിക്കോ ലേഡി, വിവാ മെഹിക്കോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആഹാരം കിട്ടത്തില്ലെന്ന് പറഞ്ഞ് പേടിക്കണ്ട. മാങ്ങയ്ക്ക് മാങ്ങ, പപ്പായക്ക് പപ്പായ, വെള്ളത്തിന് വെള്ളം നടന്ന് പറക്കി കഴിക്കുക. അത് കാടിന്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നും പറയില്ല. അത് കോഴീനെ, ഇവരെ വീട്ടിലത്തെ കോഴീനെ പിടിച്ചതിന് അതിനാന്നിട്ടാ. ഇവിടുന്ന് അരമണിക്കൂർ ഒരു ഇവിടുത്തെ ഓട്ടോ നമ്മൾ പറഞ്ഞില്ലേ റോഡ് കണ്ടില്ലേ, ഓട്ടോയ്ക്ക് മാത്രമുള്ള ആ കളവിലെ റോഡ് ഉണ്ടാക്കിയിട്ടിരിക്കുക. അപ്പൊ നമ്മൾ ഇവിടുത്തെ നാറ്റീവ് കമ്മ്യൂണിറ്റിക്കകത്ത് നമ്മൾ കയറാൻ പോകണം. സാൻഡി പിടിക്കില്ല നമുക്ക് പവർ വിവാ ഇന്ത്യ. അപ്പോൾ നമ്മളിങ്ങനെ വേണ്ട ഒരു ഗവൺമെൻറ് ഇതിപ്പോൾ ഇത്തിരി വീതിയുണ്ട്, കുറച്ചുകൂടി കഴിഞ്ഞ് വീതി കുറയുന്നു പറഞ്ഞാൽ ഒരു ഓട്ടോയ്ക്ക് പോകാനായിട്ടുള്ള വീതിയിൽ 1 കിലോമീറ്ററോളം ഇവർ കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി കാണാം. എല്ലാവരും ബോട്ട് ഇറങ്ങിയിട്ട് അവരവരെ ഗ്രാമങ്ങളിലേക്ക് പോകട്ടോ. അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങിയിട്ടാ. ഭയങ്കര പച്ചപ്പാട്ടാ, മൊത്തത്തിൽ അറ്റ്മോസ്ഫിയർ ഉണ്ട്. സ്കൂൾ നോക്കിയാൽ ഉള്ളത് എന്ത് പ്രോഗ്രാമുകൾ നടക്കട്ടാ. നിങ്ങൾക്ക് ഫ്രെയിം കാണുമ്പോൾ അറിയാം ഫുൾ പച്ചപ്പിൽ എന്തോ കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തിരിക്കട്ടെ ഗവൺമെൻറ്. സ്വപ്ന ലോകത്തേക്കാണ് നമ്മൾ പോണേ. ഒമ്മേ കല്ലക്കിട്ടത് അല്ലേ. ഭയങ്കര യാത്രയിൽ ഇത്രയും നാളെ യാത്രയിൽ ഇങ്ങനത്തെ അനുഭവം ഇല്ല കേട്ടോ. ഒരമ്മായിരത്തെ ക്ലൈമറ്റ് ഇവിടെ നമ്മൾ പോണത്. ക്ലൈമറ്റ്, ഇവിടുത്തെ പച്ചപ്പ്, എയർ എല്ലാം കൂടി വരുമ്പോൾ അല്ലേ പവർ തന്നെയാണ്. നല്ലൊരു അറ്റ്മോസ്ഫിയർ ഇല്ലേ.
നല്ല ചൂട് ഒത്തിരി ഉണ്ടെങ്കിലും പക്ഷേ നമ്മൾ ശ്വസിക്കുന്നത് നല്ല എയർ. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള എയറാണ് നമ്മളിപ്പോൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ആമസോൺ കാടുപുറത്തെ ചെറിയ ചെറിയ കമ്മ്യൂണിറ്റിയിലൂടെ ഉണ്ട് നമുക്ക് കാണാൻ. ചെറിയ ചെറിയ വീടുകളൊക്കെ മരം കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഇവിടെയൊക്കെ വെള്ളം വന്ന ഏരിയയാണ്. അത് പൊക്കി ഉണ്ടാക്കിയിരിക്കുന്നവർ. ഓ ഏതാ മൂഡ്, ഏതാ ലെവല്. ഇവിടുത്തെ ഗവൺമെൻറ്റിനല്ലേ നമ്മൾ സൂചിച്ചേ പറ്റൂ. ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇവർക്ക് ഇത്രയ്ക്കും നല്ല റോഡ് അതും കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കണം. മഴയത്ത് ടാർ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. ഫുൾ കോൺക്രീറ്റ് ഇട്ടിട്ട് 20-30 കിലോമീറ്ററോളം അല്ലേ നല്ല എല്ലാ വഴികളിലും എത്താനുള്ള ആക്സസ് ഉള്ള നമുക്ക് പോകുമ്പോൾ കാണാം. ഇവർ കാടിൻ്റെ ഉള്ളിലൊക്കെ ഇട്ടിട്ടുണ്ടാ. എന്നിട്ടോടാ പരിപാടി ഓരോ കമ്മ്യൂണിറ്റിയിൽ കയറുമ്പോൾ ഇങ്ങനെ ഓരോ ഹെഡ് കാണാം. നമുക്ക് നമ്മളിവിടുത്തെ വേറൊരു കമ്മ്യൂണിറ്റിക്ക് എൻ്റർ ചെയ്യടാ. ഫുള്ള് മരം കൊണ്ടുണ്ടാക്കിയ വീടുകളാണ്. കുറേയൊക്കെ സ്കൂളുകളൊക്കെയാണ്. ഇവിടെ എല്ലാ കമ്മ്യൂണിറ്റിയിലും സ്കൂളുകൾ ബിൽഡപ്പ് ചെയ്യേണ്ടി വരുന്നുണ്ടോ. ഇതൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള ബിൽഡിങ്ങുകളാണ് മൊത്തം. അല്ലടാ അതിന് ഫുഡ് തന്നെയാണ് നമ്മൾ കളർ അടിച്ചിട്ട് വന്നിട്ടുള്ളവർ. ഓ ഏതായാലും ഓഗസ്റ്റ് ദൈവം ഇതൊക്കെ എനിക്ക് കാണിച്ചു തന്നല്ലോ. ഇത്ര ഉള്ളൂട്ടോ. ഇങ്ങനെ ലോകത്തെ ആൾക്കാർ ജീവിച്ചിരിക്കണമെന്ന് ആലോചിക്കുക. ഇവിടുത്തെ ആൾക്കാർക്ക് എന്ത് അമേരിക്ക, എന്ത് യൂറോപ്പ്, ഇവിടെ തന്നെ ഈ ലോകത്ത് സന്തോഷം കണ്ടെത്തി ഈ ലോകത്ത് ഇങ്ങനെ ആമസോൺ കാട്ടിലിങ്ങനെ ജീവിക്കുക. എന്താ രസം. ഭയങ്കര റോയലായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കണല്ലോ ഇവരല്ലേ. ഭയങ്കര റിച്ച് ആയിട്ട് ഉണ്ടാക്കിയാണ്. അവർക്ക് പറ്റുന്ന രീതിയിൽ പക്ഷെ നല്ല സൂപ്പറായിട്ട് അവർ ചെയ്തിരിക്കുകയല്ലേ. കമ്മ്യൂണിറ്റിയിലെ മെയിൻ ആൾ തിരക്കി നമുക്ക് പെർമിഷൻ കിട്ടാൻ വേണ്ടി. ഓരോ കമ്മ്യൂണിറ്റി കയറുമ്പോൾ നമ്മളിവിടെ ചെറിയ ചെറിയ പെർമിഷൻസ് ഒക്കെ എടുക്കണം. ട്രാവലിസ്റ്റാ നീ ഇതാ അറിയണ്ടാ. നീ വീട്ടിൽ പോയി നിൽക്കണെന്നറിയാം. നിനക്ക് ആമസോണ്ടാ ചെക്കനെന്താ ഇവിടെ ഒരു വഴി പാളിയ പോലെ ഉണ്ട് കേട്ടോ. ടെൻഷൻ വന്നു ചെക്കൻ്റെ മുഖത്ത്. നമ്മളത് പതുക്കെ ആ കമ്മ്യൂണിറ്റി അകത്തേക്ക് കയറാട്ടാ. ഇവിടെ റോഡില്ല കേട്ടോ. ഇവിടെ നമ്മൾ പുല്ലിൻ്റെ ഉള്ളിൽ ഇവിടെ പോകണം കേട്ടോ. ഇവിടുത്തെ മണൽ നോക്കിയാൽ എന്തോ വെള്ള കളർ മണൽ നോക്കിയാൽ എന്തോ സ്കൂൾ കേട്ടോ. പട്ടി പുതിയതാട്ടാ, പേടിച്ചോളോ. ഇവിടുത്തെ ആൾക്കാർക്കും ഇഷ്ടിക വേണ്ടാ. ഇഷ്ടിക വെച്ചിട്ടുള്ള വീട്ടിൽ താമസിക്കുന്ന ആഗ്രഹം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ കണ്ട ആദ്യത്തെ ഒരു നെക്സ്റ്റ് ഷോട്ടാണ് നമ്മൾ കാണുന്നത്. കണ്ട ചെമ്പരത്തി. നമ്മുടെ നാട്ടിലത്തെ ചെമ്പരത്തിൽ അത്ര വലിപ്പമല്ല കേട്ടോ അതുള്ളൂ. എന്നാലും കുഴപ്പമില്ല, പവറുണ്ട്. ഫുള്ള് ചെമ്പരത്തി ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ നെക്സ്റ്റായിട്ട് പെണ്ണോ നമ്മളെ ചെറുപ്പത്തിൽ എന്തോരം ചെമ്പരത്തിമ്മ ഗെയിം കളിച്ചിട്ടുണ്ടെന്നറിയോ. നാട്ടിൽ കാണാൻ പോലും കിട്ടില്ലാണ്ട് ഇപ്പോൾ. അതിനിടയ്ക്ക് ഇവിടെ ഫ്രൂട്ടുകൾ. ഇതെന്തൊരു ഫ്രൂട്ട് എന്തുവാ? ആത്തച്ചക്ക അല്ലേ. എന്താ ഫുള്ള് തേന്ന് കുറിന്ന് ഇരിക്കുന്നു കേട്ടോ. എന്ത് വേണമെങ്കിൽ എടുത്ത് കഴിക്കാം അല്ലേ. ഇത് പിന്നെ കൊച്ചിലെ സ്കൂളിൽ ചെയ്തു വെച്ചോണ്ടുള്ള ചക്കൻ. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറേ പാരക്കൊക്കെ ഇരക്ക. എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറയും പാരക്ക് കിട്ടും. ഇവിടെ നടന്നു പോകുമ്പോൾ എവിടെയെങ്കിലൊക്കെ നമുക്ക് പാരക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഇതൊക്കെ ഒരു ഇടുക്കുകളാണ്. ഇതൊക്കെ ചെറിയ ചെറിയ റിവറും കൈവരികളൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ പോകണ്ട കേട്ടോ. ആമസോൺ കാണണം നമുക്ക് ജഡ്ജ് ചെയ്യാൻ പോലും പറ്റില്ല കേട്ടോ. ഇങ്ങനത്തെ സിസ്റ്റം അതെ സാൻഡി വേണം സ്കെച്ച് ചെയ്യണ്ട. ഇന്റർനെറ്റ് ഇല്ലാത്ത കാരണേ നമ്മളെ കൊണ്ടുവരാൻ വേണ്ടി രാത്രി മൊത്തം ഉറക്കം ഒഴിഞ്ഞിരുന്ന് പ്ലാനൊക്കെ വരച്ച് വലിയ ഇവിടെ ഇന്റർനെറ്റ് ഫോണിൽ നമുക്ക് ഒന്നും നോക്കാൻ പറ്റും. സിസ്റ്റം ഇങ്ങനെ വരച്ചുണ്ടാക്കിയിട്ട് ഈ വഴിക്ക് പോയിട്ട് റൈറ്റ് 4ാമത്തെ റൈറ്റ് 3ാമത്തെ റൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടേ ആലോചിക്കാൻ പറ്റും മോളെ. Específicamente para ellos, no, se trata todos los que desean aprender. ഇത് ഇവരുടെ പറഞ്ഞ ഇതുണ്ടോ എസ്കോൾ ഓട്ടോണമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ നാറ്റീവ് പീപ്പിൾക്ക് ഇവിടെ ഉള്ളവർക്കും പുറത്തുനിന്ന് ആർക്കും ഇഷ്ടമുള്ള വേണമെങ്കിലും ഇവിടെ വന്ന് പഠിക്കാന്ന് പറയുന്നത് ഈ ഭാഷ. ഇവിടുത്തെ ഭാഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ആമസോൺ പീപ്പിളുടെ ഈ ഏരിയയിലുള്ള അവരുടെ ആണ് മുരു. പിന്നെ ബൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ലാംഗ്വേജ് ആണ് ഇവരിവിടെ പഠിപ്പിക്കുന്നത്. പിന്നെ അത് ആ സെക്ഷനിൽ നമ്മൾ കണ്ടില്ലേ, അത് ഇവിടുത്തെ ആളുകളുടെ ഇൻഡിവിജ്വൽ പീപ്പിളിനെ ഇവിടുത്തെ സാധനങ്ങൾ വെച്ച് ഇങ്ങനെ ഈ നമ്മുടെ ഒരു IT കണക്ക് ഒരു സിസ്റ്റം മനസ്സിലല്ലേ അവരെ ടെക്നോളജി പഠിപ്പിക്കുന്നത്. ഇതിന്റെ നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കാനുള്ള സാധനങ്ങൾ മറ്റേ തടി വെച്ചിട്ട് ഇവിടെ ഭാഷ നിന്നോയി ഇവരുടെ ഭാഷ മിങ്കോ മറ്റേ മുറുയി ഭാഷ ഉണ്ടാ. അതിന് ഇവരുടെ നേറ്റീവ് ഭാഷ. സ്പാനിഷുകാര് ഇവരടിക്കാൻ പറഞ്ഞിട്ട് മുമ്പ് ഇവര് ഇതിന് കൂടുതൽ ഇവിടുത്തെ ആൾക്കാർ സംസാരിച്ചിരുന്നേട്ടാ. റോസിലി കൈത്ത ചക്കനെ റോസിലി എന്ന് പറയാ. ചിന്തിക്കാൻ പറ്റുമോ?
റോസച്ചേ ഇലിയാനോ മെറോ, നമ്മുടെ പേരായിട്ട് വേറെ വല്ല പേര് സാധനത്തില്ല, അമേന, ജിറ്റമ്മ, ജിൻഡപ്പൻ. എന്തായാലും ഇവിടുത്തെ ഭാഷകൾ ഇവിടെ ഇതൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും ഇത്രയും ട്രൈബൽ പ്ലേസുകളൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലത്തെ പോലത്തെ വമ്പം ബോർഡുകളൊക്കെ എഴുതി പഠിപ്പിക്കുന്ന പരിപാടി കേട്ടോ. അപ്പോൾ ഒരു ഇവിടുത്തെ ഒരു നാറ്റീവ് ഉപകരണം കൊണ്ട് ഒരു മ്യൂസിക് ഉണ്ടാക്കാൻ പോട്ടോ. ചെറിയൊരു മോഡൽ ഉണ്ടാക്കി വെച്ചിരിക്കുക. അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം ഇത്. എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ? എന്തെങ്കിലും അവർക്ക് നോട്ടീസ് കൊടുക്കണം, അടിച്ചിട്ട് ആളുകൾ കൂട്ടി ചെയ്യുന്ന പരിപാടിയാണ്. അടിപൊളി. ഗ്രാസിയസ്. നമ്മൾ ചെണ്ടമേളത്തിൻ്റെ നാട്ടിൽ നിന്ന് വന്ന് കണ്ടിട്ട് ഇത് കാണുമ്പോൾ ഒന്നുമില്ല, പക്ഷേ നമ്മൾ ഇവിടുത്തെ നാറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഉപകരണങ്ങളൊക്കെ നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. അവരുടെ ആ ഈ ലിമിറ്റിൽ വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ മാക്സിമം ചെയ്യുന്നുണ്ട്. ഇവിടെ ഫോറിനേഴ്സ് വന്ന് പഠിക്കണ്ടേ? ഇവിടെ ഫോറിനേഴ്സ് ഇത് ആമസോണുമായിട്ട് ഈ ബന്ധമുള്ള ആളുകൾ, അവർക്ക് ആമസോണായിട്ട് ഇഷ്ടമുള്ള ആളുകൾ ഈ കമ്മ്യൂണിറ്റിയിൽ വർക്ക് ചെയ്യാനൊക്കെ 2-3 ദിവസമൊക്കെ ഇവിടെ നിന്ന് ഇവരുടെ കൂടെ ഷെയർ ചെയ്ത് ഈ ലാംഗ്വേജ് ഒക്കെ ഒന്ന് ബേസിക് പഠിച്ച് അതൊരു ഇവിടെ നിന്നുള്ള ചെറിയ കമ്മ്യൂണിറ്റിയിൽ സ്പാനിഷ് ഒന്നും പറയണ്ടാവില്ലല്ലോ. അല്ല, ഈ ആമസോണിൽ നമ്മൾ അകത്തുള്ളിലോട്ട് കയറുമ്പോൾ ഇങ്ങനത്തെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി അവര് ക്ലോസ് ആണ്. അധികം ആളുകൾ പുറത്ത് അകത്ത് കയറ്റില്ല, പെർമിഷൻ. എന്ന് വെച്ചാൽ അവരുടെ ആ ഈ ഒറിജിനാലിറ്റി അത് പോകാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മളുണ്ട് ആൾക്കാർക്ക് മൊത്തവും ഇതിനകത്ത് ഇത് വേറെ അറ്റ്മോസ്ഫിയറാണ്. കാട്ടിനകത്ത് ചില NGO-കളൊക്കെ വന്ന് വർക്ക് ചെയ്യാൻ വരുമ്പോൾ ഇവിടെ വന്നിട്ട് ആദ്യം ട്രെയിനിങ് സംഭവങ്ങളൊക്കെ എടുത്തിട്ടാണ് ഈ കമ്മ്യൂണിറ്റിയുടെ അകത്തേക്ക് കയറുക. ചെറിയ അവരുടെ ബേസിക് ആയിട്ടുള്ള ഭാഷകളൊക്കെ പഠിച്ചിട്ടാണ് അവർ അകത്തേക്ക് കയറാട്ടോ. കുറെ അറിയാത്ത മേഖലകൾ കുറെ ഉണ്ട് ഇവിടെ. ഇവിടെ നാറ്റീവ് പീപ്പിളുടെ ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിന്റെ അവരുടെ ഫ്ലാഗായത്. ഈ സാധനം കാട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു കുരുവല്ല, എന്തൊരു കുരു കാട്ടിൽ നിന്ന് കിട്ടുന്ന കുരുവൊക്കെ കിട്ടുന്ന ഒരു സെറ്റ് ചെയ്തിങ്ങനെ ശംഖ്. അപ്പോൾ നമ്മൾ നടന്ന ഇവിടുത്തെ സ്കൂളിലേക്ക് തിരിച്ചെത്തിയിട്ടാ. ഇവിടെ എത്തിയപ്പോൾ കണ്ടോ, നിങ്ങൾ നോക്കിയാണ്ട മരം വെച്ച് പിടിപ്പിക്കാനായിട്ടുള്ള ഒരു അവലോകനമായിട്ട് ഇത് സ്കൂളിൻ്റെ മതിലുമൊക്കെ ചുമരുമൊക്കെ ഒരു കണ്ട ഈ ഒരു സെറ്റപ്പിലേക്ക് ആക്കണം എന്ന് പറഞ്ഞത്. ഇതൊക്കെ ഉണ്ടായിരുന്ന സാധനം ഇപ്പം ഇങ്ങനെയെന്ന് പറഞ്ഞിട്ടാണ്ട. ഇവിടുത്തെ ചെറിയ കുട്ടികൾ പോലും അത് കേട്ടിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അവർ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, മരം വെച്ച് പിടിപ്പിക്കുന്നു. അവരിവിടുത്തെ കുട്ടികളെയും എല്ലാവരും ഉള്ളിലുള്ള ഗ്രാമങ്ങളിലെ സ്കൂളുകളിൽ വരെ ചെടി വെച്ച് പിടിപ്പിക്കാനായിട്ടുള്ളൊരു ഇത് തീം കൊടുക്കാറ് പിള്ളേർക്കൊക്കെ. എന്ത് ഭംഗിയാന്ന് നോക്കിയാ വേണ്ട, ചെടിയിലൊക്കെ ഒരു ഭംഗി നോക്കിയാൽ. ഇവിടെ അവർ ഭയങ്കര നീറ്റായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവരുടെ ഒരു അല്ലേ എല്ലാം ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഒരു ഫ്രെയിമിനെ കാണുമ്പോൾ വേണ്ട. ഇവിടുത്തെ കമ്മ്യൂണിറ്റിയുടെ മീറ്റിങ്ങും അത് ഇതൊക്കെ വരുമ്പോൾ അവർ ഇവിടെയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ള വയ്ക്കണല്ലോ. ഞാൻ വിചാരിച്ചേ അവിടെ നിന്നൊക്കെ ഭയങ്കര പരിപാടികളൊക്കെ കേട്ടാൽ മൊത്തം കാണുന്നത്. എന്തായാലും നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഒപ്പിയെടുക്കാം. നമ്മൾ വൈറ്റ് നിറത്തിൽ നേരത്തെ ഒരു ഫ്ലാഗ് കണ്ടില്ല, അതിൻ്റെ പോലെ അവർക്ക് എല്ലായിടത്തും അങ്ങനത്തെ ഒരു തീം. ആ ഫ്ലാഗ് ഇങ്ങനെ വീടുകളിലൊക്കെ അടിച്ചു കൊടുത്തിരിക്കുക. അത് വീടാണത്, ഫുള്ള് മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വീടുകളാണ് മൊത്തം കാണുന്നത്. ഇവിടെ എത്തുമ്പോൾ എവിടെ നോക്കിയാലും കരിക്കട്ടോ. നോക്കിയാൽ സെറ്റിട്ടുണ്ട്. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് പോകണ കരിക്ക് കുറച്ച് കരിക്ക് വെട്ടി കുടിക്കണ്ട. എന്തോ ഫുൾ കരിക്ക്, നല്ല മൂത്ത കരിക്കട്ടോ. കണ്ണിന് കുളിർമയാർന്ന കാഴ്ച എന്നൊക്കെ പറയില്ല, അതേപോലെ കേട്ടോ. എവിടേക്ക് നോക്കുമ്പോഴൊരു വേറൊരു ഭംഗിട്ടാ. ഇവിടെ കായ കുളിച്ചൊക്കെ നോക്കിയാൽ അമ്മേ, നോക്കിയേ റോബസ്റ്റ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ കാട്ട് സംരക്ഷണത്തിൻ്റെ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഫോറസ്റ്റ് സംരക്ഷണം ചെയ്യുന്നതിൻ്റെ ഒരു മെയിൻ ആളെ കാണാനായിട്ട് പോകണം. നമ്മൾ ഇങ്ങനത്തെ കമ്മ്യൂണിറ്റികളൊക്കെ നമ്മൾ ഗ്രീൻ ബുക്ക് പ്രോഗ്രാം, ട്രാവലിസ്റ്റ് അല്ല ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിലൂടെ നമ്മൾ ഓരോ കമ്മ്യൂണിറ്റീനെ അപ്രോച്ച് ചെയ്തിട്ട് അവരുമായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് 1,00,000 ചെടികൾ നമ്മളൊരു ദിവസം കൊണ്ട് നമുക്ക് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ പാർട്ടായിട്ടാണ് നമ്മൾ ചെടികൾ നടാനായിട്ടുള്ളൊരു പരിപാടി. അപ്പോൾ ഇങ്ങനത്തെ നമുക്ക് കമ്മ്യൂണിറ്റി സപ്പോർട്ടില്ലെങ്കിൽ നമുക്ക് ഇവിടെ ആമസോൺ ഒരു റീജിയനിൽ നമുക്ക് പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഓരോ കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ സംസാരിച്ച് ഇപ്പോൾ നമുക്ക് ട്രാൻസ്ലേറ്റർ അന്തു ഉള്ള കാരണം മാത്രം നമുക്ക് ഇത്രയ്ക്കും ഇന്നർ ഗെയിമിലേക്ക് വരാൻ പറ്റില്ല. അന്തും ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ പറയണത് ഇവർക്ക് മനസ്സിലാവില്ല. നമ്മൾ ട്രാൻസ്ലേറ്റർ വഴിക്ക് ഫോണിൽ പറഞ്ഞ് പകുതി മുക്കാലും വേറെ പോണത് അല്ല. എന്തോ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരാളുള്ളതാണ് ശരിക്കും ഇതിൻ്റെ ഏറ്റവും വലിയ ബലം. ദാറ്റ് മീൻസ് അന്തോ യു ആർ ദി മെയിൻ മെമ്പർ. ചിന്തിക്കാൻ പറ്റുമോ? പട്ടികൾ കൊടുത്ത മണൽ കണ്ട, വൈറ്റ് കളർ കേട്ടോ. നോക്കി കണ്ട പട്ടേ, നീ പട്ടി കെട്ടിക്കണ. നമ്മൾ ആമസോണിൽ എപ്പോഴും പടങ്ങളിലും ചിത്രങ്ങളിലൊക്കെ കാണുന്ന ആ ഒരു ചെടിയെ നമ്മളിവിടെ കാണണം കേട്ടോ. അത് കണ്ട ആ ഒരു ഫീലില്ല, സൗണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ. ചിലപ്പോൾ എനിക്ക് മാത്രമാണ് അത് കിട്ടണമെന്ന് അറിയില്ല. ഞാനൊരു പ്രാന്തനായ കാരണമായിരിക്കട്ടെ, ചിലപ്പോൾ എനിക്കറിയില്ല. ഞാനിതൊക്കെ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ സൗണ്ട്, റിവർ, വേറെ ലോകത്തെ എവിടെ പോലും നമുക്ക് ആ ഒരു ഫീല്, കാടിനകത്തൊക്കെ ഫീല് സെയിം തന്നെ. പക്ഷെ എന്നാലും ഇവിടുത്തെ ഒരു വേറൊരു പോസിറ്റീവ് എനർജി വേറെ കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
ആമസോൺ കാട് നമ്മൾക്ക് ചില ഏരിയയിലൊക്കെ പോകുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ കാട് ശരിക്കും ഉപമിക്കുക കേട്ടോ. കേരളത്തിൽ നമുക്കൊരു ഭാഗ്യമാണ്, ഒരു ട്രോപ്പിക്കൽ കാലാവസ്ഥയും ട്രോപ്പിക്കൽ ഫോറസ്റ്റുകളൊക്കെ ഉള്ളത്. ശരിക്കും നമുക്കതൊരു പുതുമയായിട്ട് അധികം പുതുമയായിട്ട് തോന്നില്ലെങ്കിലും ഫോറിനേഴ്സിനൊക്കെ ഇവിടെ വരുമ്പോൾ ഉണ്ടല്ലോ ചിന്തിക്കാൻ പറ്റില്ല. നമ്മുടെ ഒരു ഭാഗ്യമാണ് നമ്മൾ ട്രോപ്പിക്കലിൽ നമ്മൾ കാടും സംഭവങ്ങളൊക്കെ കണ്ട് വളർന്നു വന്നു കേട്ടോ. പക്ഷേ ഇവിടെ വരുമ്പോൾ ഒരു വേറെ സുഖം ഉണ്ട് കേട്ടോ. ആമസോണിൽ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ എത്ര കമ്പയർ ചെയ്താലും ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത റേഞ്ചിലേക്ക് മാറും. ഇത് വഴി കഴിഞ്ഞാണോ എന്തോ വഴി തന്നെയാണോ? ഇവരുടെ ഈ അസോസിയേഷന്റെ സ്ഥലമാണ്, കമ്മ്യൂണിറ്റി സ്ഥലമാണ്. അവര് ഇത് ചെയ്യുക, സംരക്ഷിക്കുക, ചെടികൾ വച്ച് പിടിപ്പിച്ച് സംരക്ഷിക്കുക. എന്തായാലും ചെറിയ വഴി കണ്ടു, നമ്മൾ ആ വഴി കൂടെ പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. നമ്മളും ഈ ചെടി വയ്ക്കണ ഭാഗം ഇതിൻ്റെ ഉള്ളിൽ ഭാഗമാകാൻ പറ്റുമെങ്കിൽ അവർ സമ്മതിച്ചാൽ മതിയായിരുന്നു അല്ലേ? മാക്സിമം നമ്മൾ ട്രൈ ചെയ്യും. നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞല്ലോ. ഇവർ സമ്മതിച്ചാൽ മാത്രം നമുക്ക് ഇവരെ പ്രോഗ്രാമിനെ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഈ കമ്മ്യൂണിറ്റിനെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഭാഗമാക്കാൻ പറ്റും. നമുക്ക് ഇവിടുത്തെ മണൽ കണ്ട, വൈറ്റ് കളറിലുള്ള മണൽ കണ്ട, ആമസോണിൻ്റെ കണ്ട വൈറ്റ് കളറിലുള്ള മണൽ. ഇതിൻ്റെ കളർ കോമ്പിനേഷൻ കണ്ട നിങ്ങൾ കണ്ട. നമ്മൾ ഈ ഫ്രെയിമൊക്കെ വയ്ക്കുമ്പോഴേ നമ്മുടെ ആസ് എ ക്രിയേറ്റർ എന്ന് എനിക്ക് ഫ്രെയിം വയ്ക്കുമ്പോൾ ഭയങ്കര ഒരു രസം, ഒരു ഫ്രഷ്നെസ് ഉണ്ട്. നിങ്ങൾക്ക് തോന്നിയെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്തോളൂ. ഒരു ഫ്രെയിമിന് ഒരു ഫ്രഷ്നെസ് എവിടെയുണ്ട്. ആമസോണിൽ നമ്മൾ എപ്പോഴും കാണാൻ ചെടിട്ടാ. അങ്ങനെ നമ്മൾ വേറെ ലൈനിലേക്ക് എത്തണം. എന്തുവാ ഇവിടുത്തെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെന്ന് ഒരു കാട്. അവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് തിക്ക് കാടുകളാണ്. നമ്മളെത്ര കമ്മ്യൂണിറ്റി ഉണ്ടെന്ന് പറഞ്ഞാലേ ആ ഒരു സ്ഥലത്ത് മാത്രം ഈ പറഞ്ഞ വീടുകളും ഓട്ടോറിക്ഷയും സംഭവം വഴിക്കുള്ള. അവിടെ നിന്ന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കാടായിട്ടാ കപ്പയായിട്ടാ വെച്ച് പിടിപ്പിച്ചിരിക്കണം. കേട്ടാ റീഫോറസ്റ്റേഷൻ സ്പാനിഷിലിടാ. ഇവരൊക്കെ ഇങ്ങനെ ബോർഡൊക്കെ വെച്ച് അവരിങ്ങനെ ബോർഡൊക്കെ വെച്ചിട്ട് ബോധവൽക്കരണം ചെയ്യടാ. ഇവിടെ ഉണ്ട് അവർ സൈഡിലൊക്കെ മരം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാ. ഡീഫോറസ്റ്റേഷന് അവർ ഫുള്ളുണ്ട്. അവിടെ എല്ലായിടത്തും ഓരോ 2 മീറ്റർ 3 മീറ്ററിലൊക്കെ മരങ്ങൾ, ചെറിയ ചെറിയ മരങ്ങളുണ്ട്. ഇപ്പോൾ ഇത് കാരണം കരിഞ്ഞു പോയിട്ടാ. ഇവിടെ കപ്പീരോണം എന്ന് പറയുന്ന ഒരു മരമാണത്. അതിന്റെ തൈയാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ തേക്കില്ലേ, അതുമായിട്ട് കണക്റ്റഡ് ആണ്. ആ ഒരു ടൈപ്പിലുള്ള മരങ്ങളത്. ഇവിടുത്തെ ഫുള്ള് ഫർണിച്ചർ ഇതിനൊക്കെ എല്ലാം ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മരം മുറിക്കണത് ഒരു തെറ്റ് അല്ലെങ്കിൽ അത് ഭയങ്കര പാപമാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നമുക്ക് സസ്റ്റെയിൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മരം നമ്മുടെ വീട്ടിൽ തന്നെ എത്രയോ സ്ഥലത്ത് മരങ്ങളുണ്ട്. അതങ്ങനെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മരം ഒരു ലിമിറ്റ് ആയി കഴിയുമ്പോൾ അത് താനെ വീഴും. അതെ, അത് ഉപയോഗിക്കാം. അതെ, വീഴുമ്പോഴായാലും ചില സാധനങ്ങൾക്ക് ഒരു 20 കൊല്ലം അല്ലെങ്കിൽ 15 കൊല്ലത്തിലൊക്കെ നമുക്ക് മുറിച്ച് നമുക്കത് ആവശ്യമുള്ള മരങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ ഈ 100 കൊല്ലം 200 കൊല്ലമൊക്കെയുള്ള മരങ്ങൾ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യണമെന്നാണ് ശരിക്കും പറയുന്നത്. അതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം. വലിയ മരങ്ങളൊക്കെ ഇവർ മുറിച്ച് ഇങ്ങനെ കയറ്റി വിടണം. ശരിക്കും ഇന്ത്യയിലേക്ക് വരുന്ന എത്രയോ പെർസെൻറ്റേജ് മരങ്ങൾ വരുന്നത് ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ നിന്നാണ് നിങ്ങൾ വിശ്വസിക്കുമോ? അത് ഡയറക്റ്റ് അല്ല വരുന്നത്. ഞാൻ കേട്ടത് ഇവിടെ നിന്ന് നേരെ മലേഷ്യ പോയി, എന്നിട്ട് മലേഷ്യൻ വുഡ് എന്ന് പറഞ്ഞിട്ടാണ് ശരിക്കും ഇന്ത്യയിലേക്ക് മരം വരണമെന്ന് പറയണം കേട്ടോ. അപ്പോൾ അത് ഓരോ കളികളാണ്. എന്താ സംഭവം റിയാലിറ്റി എന്താ നമുക്കറിയില്ല. പക്ഷേ നമ്മൾ കേട്ടതെങ്കിലും ഷാജി സാറിൻ്റെ ഇവിടെ നമ്മൾ അങ്ങനെ കേട്ടത് ഇവിടെ നേരെ മലേഷ്യയിലേക്ക് ഷിപ്പ് ചെയ്ത് മലേഷ്യയിൽ നിന്ന് ഈ സാധനം മലേഷ്യൻ വുഡ് എന്ന് പറഞ്ഞിട്ട് കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരണമെന്ന് പറയണം കേട്ടോ. അപ്പോൾ വലിയ മരങ്ങൾ എടുക്കുന്ന ലോബികളാണ് കൂടുതലും. ചെറിയ മരങ്ങളൊക്കെ മുറിക്കുന്നത് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാനും നമ്മുടെ സൈക്കിൾ വർക്ക് ചെയ്യാനൊക്കെ നമുക്ക് മരങ്ങൾ അത്യാവശ്യം തന്നെയാണ്. അതിന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മൾ അതിന് തൊട്ടപ്പുറത്ത് 1-2 മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത് മാത്രം. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്വസിക്കണ ലോകത്തിൽ തരുന്ന 20-30% ഓക്സിജൻ തരുന്ന റെയിൻ ഫോറസ്റ്റിലത്തെ മരങ്ങൾ ഫുള്ള് കത്തിച്ച് അത് ലോബികളും അത് കൃഷിക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ റെയിൻ ഫോറസ്റ്റ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് നിലനിൽക്കണം. ലോകമെമ്പാടൊരു ചർച്ചാ വിഷയമാവാനായിട്ടുള്ള മെയിൻ കാരണം അതാണ്. ഇപ്പോൾ ഈ അടുത്ത് പെറു ഗവൺമെൻറ് അതൊരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അല്ലേ? പെറു ഗവൺമെൻറ് ഇപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് അവർ ഈ ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല, ആക്ഷൻ എടുക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അവര് ഭയങ്കര പ്രശ്നമായിക്കൊണ്ടിരിക്കുക. ലിമ സെന്ററിലൊക്കെ ഇതിനെ അവര് പ്രൊട്ടക്ട് നടന്നുകൊണ്ടിരിക്കുക. ലോകം മൊത്തമുള്ള എല്ലാ രാജ്യങ്ങളും അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്തിട്ടാണ്. എല്ലാവർക്കും ശ്വാസം കിട്ടണ ഒരു ശതമാനം ഇവിടെ നിന്ന് വരണതേ. നടന്നിട്ട് എത്തുന്നില്ലെന്തോ കുറെ നടക്കാണ്ടല്ലോ അല്ലേ? ആഹാ, ഡ്രീം ഷോട്ടാ. മറ്റേ സാധനം കിട്ടിയിട്ടാ. ഇതിൻ്റെയും കൂടി ഒരു കുറവുണ്ടായിരുന്നു. ആമസോണിൽ വരുമ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ സ്വപ്നത്തിലുള്ള ഫ്രെയിമുകളെ ഷോട്ടുകളൊക്കെ ഉള്ളത്. എന്തൊരു സാധനമാണ് അതിൻ്റെ പേരുന്നിട്ടാ? ഹെലിക്കോണിയ. ഹെലിക്കോണിയ എന്നിട്ടാണ് ആമസോണിന്റെ ഭംഗി എന്ന് പറയുന്നത്. അട്രാക്റ്റീവ് ആണ്. നമ്മള് ഡ്രീം ഷോട്ടാന്ന് പറഞ്ഞത് വെറുതെയാണ്. പട്ടി ക്രോസ് ചെയ്യണൊക്കെ അത് കളിക്കട്ടാ. ഇവിടെ വെള്ളമല്ല. ഇവിടെ വെള്ളമുള്ള സമയത്തൊക്കെ ഇതിങ്ങനെ അരുവികൾ ഇങ്ങനെ ഒഴുകി പൂട്ടാ. ഇവിടെ വെള്ളം ഇല്ലാത്തതിൻ്റെ ഒരു ചെറിയൊരു കുറവുണ്ട് കേട്ടോ. ഇപ്പം ഡെങ്കിയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തോ. ഇതിൻ്റെ പനയുടെ കമ്പിന് കേട്ടോ, മറ്റേ ഇതൊന്നുമല്ല, മുളയൊന്നുമല്ല കേട്ടോ.
നിങ്ങൾ വേറൊരു കാഴ്ച ഉണ്ടോ നോക്കിയേ, ഈ മരം ഇലകളിൽ ഇങ്ങനെ മൂടി നിൽക്കട്ടെ, ഒരു ചെറിയൊരു ഗ്യാപ്പ് മാത്രമാണ് അവിടെ നിന്ന് അങ്ങോട്ട്, തണ്ടുകൾക്ക് പോലെ ഒരു ഗ്യാപ്പ് ഇല്ല കേട്ടോ. നോക്കി ശ്രദ്ധിച്ചാൽ പ്രത്യേക കാഴ്ച ഞങ്ങൾ ഇഷ്ടത്തില്ലേ. നോക്കിയേ ഇല ഫുള്ള് മൂടിയിരിക്കട്ടോ ആ മരത്തിൻ്റെ. ഈ ഓക്സിജൻ ആമസോൺ എന്നൊക്കെ പറയുമ്പോഴല്ലേ ഇതാണ് അതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. നോക്കി ആ ഒരു വിഷ്വൽ നോക്കി നിങ്ങൾ, നമ്മൾ നടന്നു പോകുമ്പോൾ കാണാൻ കാഴ്ച കേട്ടോ. നോക്കിയേ ഇലകൾ ഫുള്ള് മൂടിയിരിക്കട്ടോ, കല്ലക്ക ഷോട്ട് കേട്ടോ. നല്ലപ്പാ മരങ്ങൾ വെട്ടിക്കൊണ്ടിട്ട് അവർ വീണ്ടും മരങ്ങൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കണം. അമ്മേ സൗണ്ട് കണ്ടോ നിങ്ങൾ, കിളി കൂട് കൂട്ടിക്കണണ്ട, സൈലൻ്റായിട്ട് ഇങ്ങനെ കേൾക്കാം. ആ പ്രകൃതിട്ടാ. നമ്മൾ ഇതിൻ്റെയൊക്കെ താഴ്വരകളിൽ ചെറിയ ചെറിയ കൈവരികളുണ്ട് റിവറിലേക്ക് ഒഴുകി പോണത്. അതിലൊക്കെയാണ് ആനകൊണ്ടകളുടെ പ്രകൃതിശക്തിയുള്ള ഏരിയകളാന്ന് പറയണല്ലേ. പാമ്പിനെ ശ്രദ്ധിക്കണം ഇവിടെ. ഇവിടെ മറ്റേ മൂർക്കനൊന്നും കാണാൻ ബുദ്ധിമുട്ടായിരിക്കും, അങ്ങനത്തെ ലൈനിലുള്ള പാമ്പുകളില്ലല്ലോ. ഈ ആനകൊണ്ടൊക്കെ നമുക്ക് ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ അരത്തുനിന്ന് കിടക്കണ പോലെ കാണാട്ടോ. ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ കയറി പോകണം. എന്തുവാ ഇറങ്ങിക്കൊണ്ടിരിക്കട്ടോ, ഒരു വലിയ മലര മുകളിൽ നിന്ന് ഇറങ്ങണ പോലെ ഇറങ്ങണ്ട ഞങ്ങൾ. എന്തായാലും അതിന് വല്ല നടക്കോ. അടുത്ത് നിങ്ങളെ കാണിക്കാൻ പോണതേ റീൽസിൽ ചിലപ്പോൾ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ സീസണിൽ നമ്മൾ പറഞ്ഞിരുന്നു ചലിക്കുന്ന മരങ്ങൾ മുതൽ നീങ്ങുന്ന പാറകൾ വരെയെന്ന്. അപ്പോൾ കുറേ പേരെന്നെ കളിയാക്കി സാറിൻ്റെ തള്ളുമ്പോൾ ഒന്ന് സ്വല്പം മഴയിട്ട് തള്ളാന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിന് റിസ ഞാൻ തമാശ പറഞ്ഞിട്ടുണ്ട്, ആരും കുറ്റം പറയണമെന്നല്ലടാ. അപ്പോൾ ആ പറഞ്ഞതിന് ഉള്ളൊരു മറുപടി കാണിച്ചിട്ട്, ദിസ് ഈസ് ദി മൂവിങ് ട്രീ ഇൻ ദ വേൾഡ് ഉണ്ടാ. ഇതിനെ മൂവിങ് ട്രീ എന്നറിയപ്പെടും. നമ്മൾ റീലായിട്ട് ഇറക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾ നീക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി വിഷൽ വിട്ടിട്ടാ. ഇതിന് മെയിൻ തണ്ടില്ല വേണ്ട, ഫുൾ വേരുകളാണ്. ഈ വേരിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഈ മരം പൊന്തി നിൽക്കണടാ. ഒരു തരം ഒരു സൈസ് പനയാണ്, നീങ്ങി പൂട്ടാ. ഒരു വേരിൻ്റെ ഇത് വരുമ്പോൾ അടുത്ത വേര് ഇത് പിടിക്കും. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ സ്പ്രെഡ് ചെയ്യാൻ നിങ്ങൾക്ക് വേറെ കാഴ്ച കാണിച്ചു ചേട്ടാ. ഇതൊക്കെ കാണുന്നത് ഒരു വേരിൻ്റെ ഒരു ടച്ചല്ല കാണുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ നിന്ന് വേര് വേറെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാ. ഇതിങ്ങനെ മൂവ് ചെയ്ത് അപ്പം അങ്ങനെ ഇത് വെള്ളം എവിടെയാണോ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഇടുന്ന അവർക്ക് പാസ്സായിട്ടുള്ള വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ ഈ ചെടി അങ്ങനെ പതുക്കെ അത് കുറേ നാളുകളായിട്ടാണ്. നമ്മൾ ഒരു ദിവസം കൊണ്ടൊന്നും മൂവ് ചെയ്ത് പോവില്ല, നമ്മൾ ഒരു സിനിമയിൽ കാണാൻ പോലും പോവില്ല. പക്ഷേ ഈ പതുക്കെ അങ്ങനെ നീങ്ങി പോകുന്നുണ്ട്. അവിടെ കാണുന്നതൊക്കെ മൂവിങ് ട്രീസാണ് കേട്ടോ. കൊതു കടിച്ചു തുടങ്ങിയാണ്ടാ, ഫുൾ മൂവിങ് ട്രീസാണ് നമ്മൾ കാണാട്ടാ. അത് ഭയങ്കര സംഭവമായിട്ടാ. ഞങ്ങൾ കഴിഞ്ഞ ഒരു തവണ പോയപ്പോൾ കണ്ടിരുന്നു, പക്ഷേ നമുക്ക് യൂട്യൂബ് വീഡിയോയിലേക്ക് ആഡ് ചെയ്യാൻ പറ്റിയില്ല. അതിലേട്ടാ അതുകൊണ്ടാ ഇതൊക്കെ മൂവിങ് ട്രീസാണ് കേട്ടോ. ആമസോൺ കാടിൻ്റെ ഉള്ളിലത്തെ ഈ മൂവിങ് ട്രീസ് എന്ന് പറയുമ്പോൾ ഒരു തരം പനിയാണ് കേട്ടോ. നല്ല ഹൈറ്റിൽ വളർന്നൊരു പനിയാണ് നമ്മൾ കാണുന്നത്. അതൊരു അത്ഭുത കാഴ്ച. അവരെ കാണാനില്ല, ചൂടെടുത്തിട്ടുണ്ടല്ലോ. ഭംഗിയും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലേ അതേപോലെ ചൂടാണ് കേട്ടോ. പിന്നെ ഒരു സുഖം, നല്ലൊരു ഓക്സിജൻ, നല്ലൊരു വായുവൊക്കെ നമുക്ക് വരുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ അങ്ങനെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ ട്രൈബൽ കമ്മ്യൂണിറ്റിനെ കാണാനായിട്ട് മുമ്പ് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിച്ചാലോ? നാളെ അടുത്ത വീഡിയോ കണ്ടാലോ? എന്തോ അവസാനിപ്പിക്കില്ല, അടുത്തൊരു വെറൈറ്റി കാഴ്ച അടുത്ത എപ്പിസോഡ് കാണിക്കാം. ഇന്ന് ഫുൾ വെറൈറ്റിയാ, വെറൈറ്റി വരണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വേറെ ലോകമാണ് നമ്മൾ കാണിക്കാൻ പോണത്. ആമസോൺ സീസൺ 3 അടിക്കല്ലേ, വിത്ത് ഗ്രീൻ ബുക്ക്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതൊരു വേറെ ടച്ച് ആമസോൺ കാഴ്ചകളാണ്, ഒരു ടിപ്പിക്കൽ ആമസോൺ കാഴ്ചകളാണ്. നമ്മളിന്നും ആമസോണിൽ കാണിക്കുന്ന കാഴ്ചകളേ അല്ല. നമ്മൾ ഓരോ ഭാഗങ്ങൾ സെർച്ച് ചെയ്ത് ഡിസ്കവർ ചെയ്ത് പോയി ഓരോന്ന് കണ്ടുപിടിക്കുന്നത്. നമ്മുടെ പ്ലാന്റ് ട്രീ എന്ന ആമസോൺ പ്രൊജക്റ്റ് 1,00,000 ചെടികൾ ടീം ട്രാവൽസ് നടന്ന പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള എപ്പിസോഡ് അടുത്ത എപ്പിസോഡ് വരും. എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം. നമ്മൾ ആ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിനെ കാണാനായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. നിങ്ങൾക്ക് നമ്മുടെ പ്ലാന്റ് ട്രീന് ആമസോൺ എന്നുള്ള പ്രൊജക്റ്റിലേക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്പറിൽ നിങ്ങൾ ആഡ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. എല്ലാ സംഭവങ്ങളും ചെയ്തോട്ടാ. ട്രാവലിസ്റ്റാ ട്രാവലിസ്റ്റില്ലെങ്കിൽ ഇല്ല കേട്ടാ. Rage in Brazil's Amazon rainforest. Scientists reports that the fires were started by people clearing land for തീയണയ്ക്കാൻ നടപടി വേണമെന്ന് ഐക്യരാഷ്ട്രസഭയും ആവശ്യപ്പെട്ടു. ആമസോൺ കാട് കത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. 1,00,000 ചെടികൾ ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ വെച്ച് പിടിപ്പിക്കാൻ പോവാം. ചെടികൾ മാത്രമല്ല, ഒരുപാട് മൃഗങ്ങൾ ചത്തൊടുങ്ങുന്നു. ഈ തീ അങ്ങനെ അവർക്ക് എടുത്തുന്നു. അപ്പോൾ നമ്മുടെ കൂടെ കട്ടക്ക് നമ്മൾ പെറുവിയൻ ഗവൺമെൻറ് നമ്മുടെ കൂടെ ഉണ്ട്.